നമസ്കാരം, പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മുടെ കമ്പനി ബോർഡ് LGSന് വേണ്ടി ഒരു സൂപ്പർ എക്സ്പ്രസ് ക്ലാസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. അപ്പൊ നമുക്ക് സമയം കളയേണ്ട ക്ലാസ്സിലേക്ക് പോവാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടുള്ളത് തിരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങൾ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഉറപ്പായും നമ്മുടെ PSC എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണാം. അതുകൊണ്ട് സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഈ ഭാഗം പഠിച്ചിട്ട് പോവുക. പ്രത്യേകിച്ച് LDCയും LGSും ഉള്ള സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഇത് പഠിക്കുക. തിരഞ്ഞെടുപ്പിലെ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. എന്താ സുഹൃത്തുക്കളെ? ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. അതായത് ഇത്രാം തീയതി മുതൽ ഇത്രാം തീയതി വരെ നമ്മുടെ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ തിരഞ്ഞെടുപ്പ് നടക്കുമെന്ന് നമ്മൾ വ്യക്തമായിട്ട് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. അടുത്തതാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കല്. രണ്ടാമത്തതാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കല്. 21 വയസ്സ് പൂർത്തിയാക്കിയ ആർക്ക് വേണമെങ്കിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാവുന്നതാണ്. അതായത് സ്വതന്ത്രനായിട്ട് നമ്മൾ കേട്ടിട്ടില്ലേ സുഹൃത്തുക്കളെ? അതാണ്. അപ്പോ രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലമുള്ള ആർക്കോ അല്ലെങ്കിൽ സ്വതന്ത്രനായിട്ടോ ആർക്ക് വേണമെങ്കിലും എന്താണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാൻ കഴിയും. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയാണ് മൂന്നാം ഘട്ടം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന നാമനിർദ്ദേശ പത്രികയിൽ ഒരുപാട് നമ്മളെ പറ്റിയുള്ള വിവരങ്ങൾ കാണും. ഈ വിവരങ്ങളെല്ലാം ശരിയാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? നാമനിർദ്ദേശ പത്രികയിലൂടെ സൂക്ഷ്മ പരിശോധന നടത്തേണ്ടതുണ്ട്. അതിന്റെ ഉദ്യോഗസ്ഥര് ആ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന നടത്തും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കല്, അതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. നാലാമതായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? നാമനിർദ്ദേശ പത്രിക പിൻവലിക്കല്. അപ്പൊ ഈ നാമനിർദ്ദേശ പത്രിക എപ്പോഴാണ് പിൻവലിക്കുന്നത് ചോദിച്ചാല് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നമുക്ക് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാൻ കഴിയുള്ളൂ. നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു കഴിഞ്ഞു. അതോടുകൂടി പിന്നെ തിരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിനുശേഷമാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. വോട്ടെടുപ്പിന് ശേഷം എന്താ സംഭവിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം. വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ആറാമതായിട്ടാണ് വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ഒന്നുമില്ല സുഹൃത്തുക്കളെ, സിമ്പിൾ ആണ്. ആദ്യമായിട്ട് നമ്മൾ തിരഞ്ഞെടുപ്പിലേക്ക് പങ്കെടുക്കാൻ പോകുന്നെന്ന് കരുതുക. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് അറിയേണ്ടത്? എന്നു മുതൽ എന്നു വരെയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് അറിയുക. അപ്പോൾ തിരഞ്ഞെടുപ്പ് വിജ്ഞാനവും അത് പുറപ്പെടുവിക്കലുമാണ് ഒന്നാമത് നടക്കുന്നത്. രണ്ടാമത് നമ്മൾ മത്സരത്തിന് പങ്കെടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന നാമനിർദ്ദേശ പത്രിക നമ്മൾ സമർപ്പിക്കണം. അതിനകത്ത് നമ്മളെ ഭൂരിഭാഗം ഡീറ്റെയിൽസും കാണും കേട്ടോ. അതെല്ലാം നമ്മൾ സമർപ്പിക്കുന്നതാണ് രണ്ടാമത്തത്. മൂന്നാമത് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന. അതിനു വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാര് നമ്മുടെ നാമനിർദ്ദേശ പത്രികയിൽ കൊടുത്തിരിക്കുന്നത് ശരിയാണോ എന്ന് സൂക്ഷ്മ പരിശോധന നടത്തുന്നു. അതിനുശേഷം നമ്മുടെ കൂടെയുള്ള ആർക്കെങ്കിലും വേണമെങ്കിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാവുന്നതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ നാമനിർദ്ദേശ പത്രികയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ റിജക്ട് ചെയ്യും കേട്ടോ. ഉദ്യോഗസ്ഥർ അത് റിജക്ട് ചെയ്യും. അല്ലാത്തവർക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം. ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന ഡേറ്റ് കഴിഞ്ഞതോടുകൂടി പിന്നെ വോട്ടെടുപ്പ് ആരംഭിക്കുന്നു. വോട്ടെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവുമാണ്. ഇത് സുഹൃത്തുക്കള് വ്യക്തമായിട്ട് പഠിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് രോഗങ്ങളും അവ പകരുന്നത് രീതിയുമാണ്. ആദ്യം നമ്മൾ വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് നോക്കാൻ പോകുന്നത്. PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. വായുവിലൂടെ പ്രധാനമായി പകരുന്ന രോഗങ്ങളാണ് ജലദോഷം, ചിക്കൻ പോക്സ്, മീസൽസ്, ക്ഷയം എന്നിവ. ഇതിലെ ജലദോഷം, ചിക്കൻ പോക്സും ക്ഷയവും PSCയുടെ സ്ഥിരം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ആ ഭാഗം വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ജലദോഷം, ചിക്കൻ പോക്സ്, മീസൽസ്, ക്ഷയം. ഇതിൽ PSCയുടെ സ്ഥിരം പ്രീവിയസ് ചോദ്യമാണ് ജലദോഷവും ചിക്കൻ പോക്സും ക്ഷയവും. അതുകൊണ്ട് ഈ മൂന്നെങ്കിലും സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. ആഹാരം, വെള്ളം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങളാണ് എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. വെള്ളം അല്ലെങ്കിൽ മലിനമായ ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗമാണ് എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. ഇതിൽ എലിപ്പനിയും കോളറയും മഞ്ഞപ്പിത്തവും PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അതിൽ തന്നെ ജലത്തിലൂടെ അല്ലെങ്കിൽ വെള്ളത്തിലൂടെ പകരുന്ന രോഗം എന്ന് പറഞ്ഞിട്ട് PSC ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള രോഗമാണ് എലിപ്പനി. അതുകൊണ്ട് വ്യക്തമായിട്ട് ആ പോയിന്റ് സുഹൃത്തുക്കൾ പഠിക്കുക. വെള്ളം അല്ലെങ്കിൽ ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗം ചോദിച്ചു കഴിഞ്ഞാൽ എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം എന്നിവയാണ്. ഇതിൽ ജലത്തിലൂടെ പകരുന്ന രോഗമേന്ന് ഏറ്റവും കൂടുതൽ PSC ഉത്തരമായി പറഞ്ഞിരിക്കുന്നത് എലിപ്പനിയാണ്. അതുകൊണ്ട് അത് പഠിക്കുക.
ഈച്ച മുഖേന പകരുന്ന രോഗമാണ് കോളറയും വയറിളക്കവും ഈച്ച മുഖേന ഉണ്ടാകുന്ന രോഗമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഈച്ച മുഖേന ഉണ്ടാകുന്ന രോഗം എന്ന് പറഞ്ഞിട്ട് PSC ആൻസർ കൊടുത്തത് കോളറയ്ക്കാണ്. അതുകൊണ്ട് അത് വ്യക്തമായിട്ട് പഠിച്ചോളുക. ഈച്ച മുഖേന ഉണ്ടാകുന്ന രോഗം ചോദിച്ചാൽ അത് കോളറയാണ്. അതുപോലെ തന്നെ വയറിളക്കവും. കൊതുക് മുഖേന ഉണ്ടാകുന്ന രോഗങ്ങളാണ് അല്ലെങ്കിൽ കൊതുക് മുഖേന പകരുന്ന രോഗങ്ങളാണ് മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. കൊതുക് മൂലം മറ്റൊരാളിലേക്ക് എത്തുന്ന രോഗങ്ങളെയൊക്കെ എന്ന് ചോദിച്ചാല് മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. ഇതിൽ ഡെങ്കിപ്പനി പ്രീവിയസ് ആയി ചോദിച്ചതാണ്, മന്ത് പ്രീവിയസ് ആയി ചോദിച്ചതാണ്. വ്യക്തമായിട്ട് പഠിക്കുക സുഹൃത്തുക്കൾ, ഇമ്പോർട്ടന്റ് ആണ്. കൊതുക് മുഖേന ഉണ്ടാകുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് PSC ഏറ്റവും കൂടുതൽ ഉത്തര സൂചികയിൽ ആൻസർ കൊടുത്തത് ഡെങ്കിപ്പനിക്കും മന്തിനുമാണ്. അതുപോലെ ചിക്കൻ ഗുനിയയും ഈ ഇടക്കാലങ്ങളിൽ PSCയുടെ ആൻസർ ഷീറ്റിൽ ഉത്തരമായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ആ ഭാഗവും വ്യക്തമായിട്ട് പഠിക്കുക. കൊതുക് മുഖേന ഉണ്ടാകുന്ന രോഗമാണ് മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. സമ്പർക്കം മുഖേന ഉണ്ടാകുന്നതാണ് ചെങ്കണ്ണും കുഷ്ഠവും. സമ്പർക്കം മുഖേന ഉണ്ടാകുന്ന രോഗങ്ങളാണ് ചെങ്കണ്ണും കുഷ്ഠവും. ഇത് രണ്ടും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. സമ്പർക്കം മുഖേന ഉണ്ടാകുന്ന രോഗമാണ് ചെങ്കണ്ണും കുഷ്ഠവും. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ചോദിച്ചാൽ ജലദോഷം, ചിക്കൻ പോക്സ്, മീസൽസ്, ക്ഷയം എന്നിവയാണ്. ഇതിൽ ജലദോഷവും ചിക്കൻ പോക്സും ക്ഷയവും PSCയുടെ സ്ഥിരം പ്രീവിയസ് ചോദ്യമാണ്. അതുകൊണ്ട് പഠിക്കുക. വായുവിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ജലദോഷം അല്ലെങ്കിൽ ചിക്കൻ പോക്സ് അല്ലെങ്കിൽ ക്ഷയം, ഇതിൽ മൂന്നിലേതെങ്കിലും ഒരെണ്ണം PSC ഉത്തര സൂചികകൾ നൽകിയിട്ടുണ്ട്. പഠിക്കുക. വെള്ളം അല്ലെങ്കിൽ ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങളാണ് എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം എന്നിവ. ഇതിൽ ജലത്തിലൂടെ അല്ലെങ്കിൽ വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളിൽ ഏറ്റവും കൂടുതൽ PSC ആൻസർ കീ ആയിട്ട് കൊടുത്തിട്ടുള്ളത് എലിപ്പനിയാണ്. പഠിക്കുക. ഈച്ച മുഖേന ഉണ്ടാകുന്ന രോഗമാണ് കോളറയും വയറിളക്കവും. ഇതിൽ PSC ഏറ്റവും കൂടുതൽ ആൻസർ കൊടുത്തിരിക്കുന്നത് കോളറയ്ക്കാണ്. ഈച്ച മുഖേന ഉണ്ടാകുന്ന രോഗമാണ് കോളറയും വയറിളക്കവും. കൊതുക് മുഖേന ഉണ്ടാകുന്ന രോഗമാണ് മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നുള്ളത്. ഇതിൽ PSC ഏറ്റവും കൂടുതൽ ഉത്തരസൂചിയെ കൊടുത്തിരിക്കുന്നത് മന്തും ഡെങ്കിപ്പനിയുമാണ്. ഇപ്പോൾ ചിക്കൻ ഗുനിയയും ഉത്തരസൂചികയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കൊതുക് മുഖേനയുള്ള രോഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവ സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് PSC കുറച്ച് ചോദിച്ചുള്ള പ്രധാനപ്പെട്ട പത്രങ്ങളാണ്. ഇതിൽ ചില പത്രങ്ങൾ ഓൾറെഡി PSC ചോദിച്ചു കഴിഞ്ഞു. ഇനി ചില പത്രങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തെ പത്രമാണ് അമൃത് ബസാർ പത്രിക. പുറത്തിറങ്ങിയ ഭാഷ ഏതാണ്? ബംഗാളി ഭാഷ. അമൃത് ബസാർ പത്രിക പുറത്തിറങ്ങിയ ഭാഷ ഏതാണ്? ബംഗാളി ഭാഷയാണ്. ഇനി അമൃത് ബസാർ പത്രിക പുറത്തിറക്കിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഘോഷ് സഹോദരന്മാരാണ് കേട്ടോ. ആരാണ്? ഘോഷ് സഹോദരന്മാരാണ്. അവർ രണ്ടു പേരാണ്. ഒരാളുടെ പേരാണ് ശിശിർ കുമാർ ഘോഷ് എന്നും രണ്ടാമത്തെ വ്യക്തിയുടെ പേരാണ് മോത്തിലാൽ ഘോഷ് എന്നും. ഓർക്കണം, രണ്ടു പേരാണ്. ഘോഷ് സഹോദരന്മാരാണ് അമൃത് ബസാർ പത്രിക പുറത്തിറക്കിയത്. ഒന്നാമത്തെ ആളുടെ പേരെന്താണ്? ശിശിർ കുമാർ ഘോഷ് എന്നും രണ്ടാമത്തെ വ്യക്തിയുടെ പേരെന്താണ്? മോത്തിലാൽ ഘോഷ് എന്നുമാണ്. 1868 അമൃത് ബസാർ പത്രിക പുറത്തിറങ്ങുന്നത്. ഓർക്കുക, അമൃത് ബസാർ പത്രിക പുറത്തിറങ്ങിയ വർഷം 1868. ഏത് ഭാഷയിലായിരുന്നു അമൃത് ബസാർ പത്രിക പുറത്തിറങ്ങിയത്? ബംഗാളി ഭാഷയിലായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞ എക്സ്ട്രാ പോയിന്റ് ഒന്നുകൂടി പറഞ്ഞു തരാം. അമൃത് ബസാർ പത്രിക പുറത്തിറക്കിയത് ഘോഷ് സഹോദരന്മാരാണ്. അവരുടെ പേരെന്താണ്? ശിശിർ ഘോഷ് എന്നും മറ്റൊരാളുടെ പേരെന്താണ്? മോത്തിലാൽ ഘോഷ് എന്നുമാണ്. അമൃത് ബസാർ പത്രിക പുറത്തിറങ്ങിയ വർഷം 1868. ഇതിന്റെ ഭാഷ ഏതാ? ബംഗാളി ഭാഷയാണ്. നമ്മുടെ രണ്ടാമത്തെ പത്രമാണ് ദി ഹിന്ദു പത്രം. ഏതാണ്? ദി ഹിന്ദു പത്രം. ഹിന്ദു പത്രം പുറത്തിറങ്ങുന്ന ഭാഷ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇംഗ്ലീഷ് ഭാഷ. ദി ഹിന്ദു പത്രം പുറത്തിറങ്ങുന്ന ഭാഷ ഏതാണ്? ഇംഗ്ലീഷ് ഭാഷയാണ്. ദ ഹിന്ദു പത്രം പുറത്തിറക്കിയ വ്യക്തിത്വം ആരാ സുഹൃത്തുക്കളെ? ഒരാളുടെ പേരല്ല, മൊത്തം 5 പേരുടെ പേര് പഠിക്കാനുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോ പ്രധാനപ്പെട്ട വ്യക്തിയെ മാത്രം പഠിച്ചാൽ മതി. അദ്ദേഹത്തിന്റെ പേരാണ് ജി സുബ്രഹ്മണ്യ അയ്യർ. ഓർത്തു വെച്ചോളനെ. ദി ഹിന്ദു പത്രം പുറത്തിറക്കിയ വ്യക്തിയുടെ പേരെന്താണ്? ജി സുബ്രഹ്മണ്യ അയ്യരാണ്. ഇദ്ദേഹം 1878 ഒരു വീക്കിലി ആയിട്ട് ആരംഭിക്കുകയും
1889 ഇത് ന്യൂസ് പേപ്പറായി മാറുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ദി ഹിന്ദു പത്രം എന്ന് പറയുന്നത് 1878 വീക്കിലി ആയിട്ട് ആരംഭിക്കുന്നു. 1889 ഇത് ന്യൂസ് പേപ്പർ ആയിട്ട് മാറുന്നു. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കുവാനുള്ളത് ദി ഹിന്ദു എന്നുള്ള പത്രം എവിടെ നിന്നാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർക്കുക, ഇത് ചെന്നൈയിൽ നിന്നുമാണ് കേട്ടോ. ചെന്നൈ, നമ്മുടെ തമിഴ്നാട് സംസ്ഥാനത്തിലെ ചെന്നൈയിൽ നിന്നുമാണ് ദി ഹിന്ദു പത്രം പുറത്തിറങ്ങിയത്. അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചോളണേ. ഇപ്പോ എക്സ്ട്രാ പോയിന്റ്സ് ഒന്നുകൂടി പറഞ്ഞു തരാം. ഹിന്ദു പത്രം പുറത്തിറക്കിയ വ്യക്തിത്വങ്ങൾ 5 പേരാണ്. അതിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്, ജി സുബ്രഹ്മണ്യ അയ്യരാണ്. ഹിന്ദു പത്രം 1878 ഒരു വീക്കിലി ആയിട്ടാണ് ആദ്യം വരുന്നത്. എന്നാൽ 1889 ആയപ്പോഴേക്കും ഇതൊരു ന്യൂസ് പേപ്പറായി മാറി. ഇനി ദി ഹിന്ദു പത്രത്തിന്റെ ആസ്ഥാനം അല്ലെങ്കിൽ അത് എവിടെ നിന്നാണ് പുറത്തിറങ്ങിയെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാട്ടിലെ ചെന്നൈയിൽ നിന്നുമാണ്. ഇനി ഹിന്ദു പത്രത്തിന്റെ ഭാഷ എന്താണ്? ഇംഗ്ലീഷ് ഭാഷയാണ്. അടുത്ത പത്രമാണ് ടൈംസ് ഓഫ് ഇന്ത്യ പത്രം. ടൈംസ് ഓഫ് ഇന്ത്യ പത്രം പുറത്തിറങ്ങിയ വർഷം 1838 ആണ്. ഇത് എവിടെ നിന്നാ പുറത്തിറങ്ങിയത്? ബോംബെയിൽ നിന്നുമാണ്. ഓർക്കണേ, ടൈംസ് ഓഫ് ഇന്ത്യ പത്രം പുറത്തിറങ്ങിയ വർഷം 1838 ഇത് എവിടെ നിന്നാ പുറത്തിറങ്ങിയത്? അത് ബോംബെയിൽ നിന്നുമാണ് പുറത്തിറങ്ങിയത്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ലാംഗ്വേജ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇംഗ്ലീഷ് ഭാഷയാണ്. അപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ 1838 പുറത്തിറങ്ങിയത്. എവിടെ നിന്നാണ് ഇത് പുറത്തിറങ്ങിയത്? ബോംബെയിൽ നിന്നാണ് പുറത്തിറങ്ങിയത്. ഈ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഭാഷ എന്തായിരുന്നു? ഇംഗ്ലീഷ് ഭാഷയായിരുന്നു. അടുത്തതാണ് മാതൃഭൂമി. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മാതൃഭൂമി പത്രം എന്ന് പറയുന്നത് മലയാള ദിനപത്രമാണ്, അല്ലെങ്കിൽ മലയാള ഭാഷയിൽ പുറത്തിറങ്ങുന്ന പത്രമാണ് മാതൃഭൂമി പത്രം. മാതൃഭൂമി പത്രം ആരംഭിച്ച വ്യക്തിത്വം നമുക്ക് എല്ലാവർക്കും അറിയാം, KP കേശവ മേനോനാണ്. KP കേശവ മേനോനാണ്. 1923 KP കേശവ മേനോൻ മാതൃഭൂമി പത്രം ആരംഭിക്കുന്നത്. KP കേശവ മേനോൻ മാതൃഭൂമി പത്രം ആരംഭിച്ച വർഷം 1923. എവിടെ നിന്നാ സുഹൃത്തുക്കളെ അദ്ദേഹം മാതൃഭൂമി പത്രം പുറത്തിറക്കിയത്? കോഴിക്കോട് നിന്നുമാണ്. അപ്പോ ഓർക്കുക, മാതൃഭൂമി പത്രം KP കേശവ മേനോൻ പുറത്തിറക്കിയത് എവിടെ നിന്നുമാണ്? കോഴിക്കോട് നിന്നുമാണ്. അപ്പോൾ എക്സ്ട്രാ പോയിന്റ്സ് ഒന്നുകൂടി പറയാം. മാതൃഭൂമി പത്രം പുറത്തിറക്കിയ വ്യക്തിത്വമാരാണ്? KP കേശവ മേനോനാണ്. മാതൃഭൂമി പത്രം പുറത്തിറങ്ങിയ വർഷം 1923. മാതൃഭൂമി പത്രം പുറത്തിറങ്ങിയത് എവിടെ നിന്നുമാണ്? കോഴിക്കോട് നിന്നുമാണ്. അടുത്തതാണ് അൽ അമീൻ പത്രം. അൽ അമീൻ പത്രവും മലയാള ഭാഷയിലുള്ള ഒരു ദിനപത്രം തന്നെയാണ്. ഓർക്കുക, അൽ അമീൻ പത്രം. അൽ അമീൻ പത്രം പുറത്തിറക്കിയ വ്യക്തി ആരായിരുന്നു? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബായിരുന്നു. ഓർക്കുക, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബായിരുന്നു. വർഷം 1924 അപ്പോൾ അൽ അമീൻ പത്രം പുറത്തിറങ്ങിയ വർഷം 1924. എവിടെ നിന്നാണ് അൽ അമീൻ പത്രം പുറത്തിറക്കിയത്? അതും കോഴിക്കോട് നിന്ന് തന്നെയാണ്. ഓർക്കുക, കോഴിക്കോട് നിന്ന് തന്നെയാണ് അൽ അമീൻ പത്രം പുറത്തിറങ്ങിയത്. അപ്പോൾ എക്സ്ട്രാ പോയിന്റ്സ് ഒന്നുകൂടി പറഞ്ഞു തരാം. അൽ അമീൻ പത്രം പുറത്തിറക്കിയത് ആരെന്ന് ചോദിച്ചാൽ ഓർക്കുക, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ്. 1924 മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് അൽ അമീൻ പത്രം പുറത്തിറക്കുന്നത്. അൽ അമീൻ പത്രം പുറത്തിറങ്ങിയ പ്രദേശം എവിടെ നിന്നാ? കോഴിക്കോട് നിന്നുമാണ്. ഇനി അൽ അമീൻ പത്രത്തിന്റെ ഭാഷ എന്താ? മലയാളം ഭാഷ തന്നെ. ഇനി നമുക്ക് നോക്കുവാനുള്ളത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതിന്റെ സ്ഥാപകരുമാണ്. ഈ പറഞ്ഞിരിക്കുന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ മുഴുവൻ നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം ഇവയെല്ലാം PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞൊരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് മുഴുവൻ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനവും അതിന്റെ സ്ഥാപകനെയും നമുക്ക് കാണാൻ കഴിയും. അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമുക്ക് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതിന്റെ സ്ഥാപകരെയും പഠിക്കാം. വിത്ത് കോഡാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ആൻസറിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് നോക്കാം സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സ്ഥാപകരും. പ്രാർത്ഥനാ സമാജം ആരംഭിച്ചത് ആത്മറാം പാണ്ഡുരംഗ്. പ്രാർത്ഥനാ സമാജം ആരംഭിച്ചത് ആരാണ്? ആത്മറാം പാണ്ഡുരംഗാണ്. അപ്പോൾ ഇത് പഠിക്കേണ്ട കോഡ് എങ്ങനെയാണ്? ആത്മാവിനോട് വേണം പ്രാർത്ഥിക്കാൻ എന്നങ്ങ് ഓർത്തു വെക്കുക. ആത്മാവിനോട് വേണം പ്രാർത്ഥിക്കാൻ എന്നങ്ങ് ഓർത്തു വെക്കുക. അപ്പോ ആത്മറാം പാണ്ഡുരംഗ് ആരംഭിച്ച സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? ആത്മാവിനെ കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യാനുള്ളത്. ആത്മാവിനോട് വേണം പ്രാർത്ഥിക്കാൻ. അപ്പോൾ പ്രാർത്ഥനാ സമാജമാണ് ആത്മറാം പാണ്ഡുരംഗ് ആരംഭിച്ചത്. ആര്യ സമാജം ആരംഭിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യ സമാജം ആരംഭിച്ചത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ആര്യയ്ക്ക് ദയയുണ്ട് എന്നങ്ങ് പഠിക്കുക. ആര്യയ്ക്ക് ദയയുണ്ട് എന്നങ്ങ് പഠിക്കുക. അപ്പോ ആര്യ സമാജം ആരംഭിച്ചത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ആര്യയ്ക്ക് ദയയുണ്ട് എന്നങ്ങ് പഠിക്കുക.
അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ചത് സർ സയ്യദ് അഹമ്മദ് ഖാനാണ്. അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? സർ സയ്യദ് അഹമ്മദ് ഖാനാണ്. തിയോസഫിക്കൽ സൊസൈറ്റി ആരംഭിച്ചത് മാഡം ബ്ലാവസ്കിയും കേണൽ ഓൾക്കോൾട്ടും ചേർന്നാണ്. തിയോസഫിക്കൽ സൊസൈറ്റി ആരംഭിച്ചത് ആരൊക്കെയാണ്? മാഡം ബ്ലാവസ്കിയും കേണൽ ഓൾക്കോട്ടും ചേർന്നാണ്. ഇതെങ്ങനെ നമുക്ക് പഠിക്കാം? വളരെ ഈസിയാണ്. കോട്ടില് വിസ്കി വീണ് കഴിഞ്ഞാൽ തീ പിടിക്കുമെന്നങ്ങ് പഠിക്കുക. കോട്ടില് വിസ്കി വീണാൽ തീ പിടിക്കുമെന്നങ്ങ് പഠിക്കുക. അപ്പോ കേണൽ ഓൾക്കോട്ടും മാഡം ബ്ലാവസ്കിയും ഏത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത്? തിയോസഫിക്കൽ സൊസൈറ്റിയാണ് ആരംഭിച്ചത്. അപ്പോ കേണൽ ഓൾക്കോട്ടിലെ കോട്ട് എവിടെയുണ്ട്? ബ്ലാവസ്കിയിലെ വിസ്കി എവിടെയുണ്ട്? തിയോസഫിക്കൽ സൊസൈറ്റിയിലെ തീയുമുണ്ട്. അപ്പോ കോട്ടിലെ വിസ്കി വീണാൽ തീ പിടിക്കുമെന്ന് പഠിക്കുക. രാമകൃഷ്ണ മിഷൻ ആരംഭിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. രാമകൃഷ്ണ മിഷൻ ആരംഭിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. ഹിതകാരിണി സമാജം ആരംഭിച്ചത് വീരേശലിംഗം പന്തുലുവാണ്. ഹിതകാരിണി സമാജം ആരംഭിച്ചത് ആരാണ്? വീരേശലിംഗം പന്തുലുവാണ്. ഇതെങ്ങനെ പഠിക്കാം സുഹൃത്തുക്കളെ? എന്തിന്റെങ്കിലും കാരണം കണ്ടുപിടിക്കുന്നവൻ നമ്മൾ പറയും അവൻ വീരനാണെന്ന് പറയും, അല്ലെ? ഏതെങ്കിലും ഒരു പ്രശ്നത്തിന്റെ കാരണം കണ്ടുപിടിക്കുന്ന നമ്മൾ പറയും അവൻ വീരനാണ്, അതുകൊണ്ടാണ് അവൻ കണ്ടുപിടിച്ചത് നമ്മൾ പറയും, അല്ലെ? അപ്പോ ഹിതകാരിണി സമാജം, കാരണീനെ നമ്മൾ കാരണമാക്കി മാറ്റി ഓർക്കണം. ഹിതകാരിണി സമാജം ആരംഭിച്ചത് വീരേശലിംഗം പന്തിലുവാണ്. അപ്പോ കാരണം കണ്ടുപിടിക്കുന്നവരെ നമ്മൾ വീരന്മാരെന്ന് വിളിക്കും. അപ്പോ ഹിതകാരിണി സമാജം ആരംഭിച്ചത് വീരേശലിംഗം പന്തിലുവാണ്. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് EV രാമസ്വാമി നായ്ക്കറാണ്. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? EV രാമസ്വാമി നായ്ക്കറാണ്. ഇതെങ്ങനെ നമുക്ക് പഠിക്കാം? ഇക്കാലത്ത് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് EV വെഹിക്കിൾസ്, ഇലക്ട്രിക് വെഹിക്കിൾസ് ആയിട്ടുള്ള EV വെഹിക്കിൾസ്. അപ്പൊ EV വെഹിക്കിൾസ് ഉള്ളത് ആൾക്കാർക്ക് ഒരു അഭിമാനമായിട്ടാണ് കരുതുന്നത്. അതുകൊണ്ട് സ്വന്തം പേരിനോടൊപ്പം EV കൊണ്ട് നടക്കുന്ന EV രാമസ്വാമി നായ്ക്കറാണ് സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത്. ഇനി മറക്കൂലല്ലോ. അപ്പോ പഠിക്കേണ്ട കോഡ് എങ്ങനെയായിരുന്നു? EV വാഹനങ്ങൾ കൊണ്ടു നടക്കുന്ന വ്യക്തികൾക്ക് ഒരു നല്ല അഭിമാനമുണ്ട്. അപ്പൊ കോഡ് എങ്ങനെയായിരുന്നു ശ്രദ്ധിക്കുക. EV കൊണ്ടു നടക്കുന്ന വ്യക്തികൾക്ക് ഒരു അഭിമാനമാണത്. അപ്പോ സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് സ്വന്തം പേരിനോടൊപ്പം തന്നെ EV കൊണ്ടു നടക്കുന്ന EV രാമസ്വാമി നായ്ക്കറാണ്. ഇനി മറക്കൂലല്ലോ. കോഡ് ഒന്നുകൂടി പറഞ്ഞു തരാം. EV കൊണ്ടു നടക്കുന്നവർക്ക് അത് അഭിമാനകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? സ്വന്തം പേരിനോടൊപ്പം EV കൊണ്ടു നടക്കുന്ന EV രാമസ്വാമി നായ്ക്കറാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം നമുക്ക് എല്ലാവർക്കും അറിയാം. ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ആരംഭിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. സാധുജന പരിപാലന സംഘം ആരംഭിച്ചത് അയ്യങ്കാളിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. സാധുജന പരിപാലന സംഘം ആരംഭിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. എന്താണ് ഐരെന്ന്? എന്താ സുഹൃത്തുക്കളെ ഐരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ധാതുവിൽ നിന്നും എളുപ്പത്തിൽ വേഗത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനെ ആ ലോഹത്തിന്റെ അയിര് എന്ന് വിളിക്കാം. അപ്പോൾ എന്താണ് അയിരെന്ന് ചോദിച്ചാല് ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ഒരു ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ആ ധാതുവിനെ ഏത് ലോഹമാണോ നമ്മൾ വേർതിരിച്ചെടുത്തത് ആ ലോഹത്തിന്റെ അയിര് എന്ന് നമുക്ക് വിളിക്കാം. ലോഹവും പ്രധാനപ്പെട്ട അയിരുകളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ 10ാം ക്ലാസ് SCERT ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നതാണ്. പഠിക്കാതെ പോവരുത്. ഇതിൽ കിടക്കുന്ന ലോഹങ്ങളും അതിന്റെ അയിരുകളുമാണ് ഇത്രയും നാളായിട്ടും PSC പ്രീവിയസ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലോഹങ്ങളും അതിന്റെ അയിരുകളും മാത്രമല്ല നമ്മൾ ഇനി പഠിക്കാനുള്ളത്, അതിന്റെ രാസസൂത്രം കൂടി നമ്മൾ പഠിച്ചു വെക്കണം. ഇങ്ങനെ ആയിരിക്കും ഇനി PSCയുടെ ചോദ്യം വരുന്നത്. രാസസൂത്രമായിരിക്കും എടുത്ത് ചോദിക്കുന്നത്. +2 ലെവൽ ഓൾറെഡി പണ്ട് മുതലേ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് 10ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യനുകളിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതുണ്ട്. നമുക്ക് ആദ്യത്തെ ലോകത്തിലേക്ക് കടക്കാം. അലൂമിനിയം. അലൂമിനിയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അയിരാണ് ബോക്സൈറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അയിരാണ്. അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. അലുമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റിന്റെ രാസസൂത്രം പഠിക്കുക. Al2O3 2H2O. ഈ 2H2O PSC കൊണ്ടിട്ട് കുരുക്കുന്നത് കേട്ടോ. Al2O3 2H2O ആണ് ബോക്സൈറ്റിന്റെ രാസസൂത്രം എന്ന് പറയുന്നത്. പഠിക്കുക. അയൺ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെത് 2 പ്രധാനപ്പെട്ട അയിരുകളുണ്ട്. ഒന്ന് ഹെമറ്റൈറ്റും ഒന്ന് മാഗ്നറ്റൈറ്റും. ഒന്ന് ഹെമറ്റൈറ്റും മറ്റൊന്ന് മാഗ്നറ്റൈറ്റും. എന്താണ് ഇവരുടെ പ്രത്യേകത നമുക്കൊന്ന് നോക്കാം. രാസസൂത്ര പ്രകാരം ഹെമറ്റൈറ്റ് Fe2O3 ആണ്.
രാസസൂത്ര പ്രകാരം ഹെമറ്റൈറ്റ് ആണെങ്കിൽ അത് Fe2O3യും മാഗ്നറ്റൈറ്റ് ആണെങ്കിൽ അത് Fe3O4ഉമാണ്. വ്യത്യാസം മനസ്സിലാക്കി പഠിച്ചോളണേ. ഇരുമ്പിന്റെ പ്രധാനപ്പെട്ട അയിരുകളാണ് ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ഇതിൽ ഹെമറ്റൈറ്റ് Fe2O3 ആണ്, ഓക്സിജൻ 3 ആണ്, Fe2O3 ആണ് ഹെമറ്റൈറ്റ്. മാഗ്നറ്റൈറ്റ് ആണെങ്കിൽ അത് Fe3O4 ആണ്, Fe3O4 ആണ്. ഹെമറ്റൈറ്റ് ആണെങ്കിൽ 5 എന്ന് ആലോചിക്കുക, മാഗ്നറ്റൈറ്റ് ആണെങ്കിൽ 7 എന്ന് നമ്മൾ ആലോചിച്ച് വെച്ചേക്കുക. അപ്പൊ സുഹൃത്തുക്കളെ ഡൗട്ട് വരൂല. ഹെമറ്റൈറ്റിലെ താഴെയുള്ള ഇരുമ്പിന്റെ ഓക്സിജന്റെ എണ്ണം തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടണം? 5 കിട്ടണം. മാഗ്നറ്റൈറ്റിലാണെങ്കിൽ എത്രയാണ്? ഇരുമ്പിന്റെയും ഓക്സിജന്റെ എണ്ണം കൂട്ടി എത്ര കിട്ടണം? 7 കിട്ടണം. ഒന്ന് പഠിച്ചു വെക്കാൻ വേണ്ടി കോഡ് രൂപത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയല്ല സുഹൃത്തുക്കൾ പഠിക്കുക. ഇരുമ്പിന്റെ പ്രധാനപ്പെട്ട അയിരുകൾ ചോദിച്ചാൽ ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ഹെമറ്റൈറ്റ് എന്ന് പറയുന്നത് Fe2O3 ആണ്, മാഗ്നറ്റൈറ്റ് എന്ന് വെച്ചാൽ Fe3O4 ആണ്. പഠിക്കുക. കോപ്പർ അഥവാ നമ്മുടെ ചെമ്പിന്റെ അയിരുകളാണ് കോപ്പർ പൈററ്റിസ്. കോപ്പർ പൈററ്റിസ് ഓപ്ഷനകത്ത് പേരിൽ തന്നെ കോപ്പർ ഉള്ളതുകൊണ്ട് PSC ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷേ കുപ്രൈറ്റ് PSC ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള കോപ്പറിന്റെ അല്ലെങ്കിൽ ചെമ്പിന്റെ അയിര് ഏതാ സുഹൃത്തുക്കളെ? കുപ്രൈറ്റ് ആണ്. മറ്റേ ചോദിക്കാത്തതിന്റെ കാര്യം എന്താണ്? ഓപ്ഷനിൽ തന്നെ പേരിൽ തന്നെ കോപ്പർ പൈററ്റിസ് എന്ന് കിടക്കുന്നതുകൊണ്ടാണ് ചോദിക്കാത്തത്. ഇതിൽ കോപ്പർ പൈററ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് CuFeS2 ആണ്. CuFeS2 ആണ്. അതായത് ഇരുമ്പുമായിട്ടൊക്കെ മിക്സ് ചെയ്താണ് കിടക്കുന്നത് കേട്ടോ. കോപ്പറും ഇരുമ്പും സൾഫറും കൂടെ ചേർന്ന രൂപമാണ് കോപ്പർ പൈററ്റിസ് എന്ന് പറയുന്നത്. CuFeS2 ആണ്. എന്നാൽ കുപ്രൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് Cu2O ആണ്. അഥവാ കുപ്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ രാസസൂത്രം എന്ന് പറയുന്നത് Cu2O ആണ്. Cu2O ആണ്. അപ്പൊ അതിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കോപ്പർ അല്ലെങ്കിൽ ചെമ്പിന് നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് PSC എപ്പോഴും എന്താണ് കുപ്രൈറ്റ് തന്നെ കോപ്പറിന്റെ പ്രധാനപ്പെട്ട അയിരായിട്ട് ചോദിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതും ഒരു കാരണമാണ്. അപ്പൊ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. കോപ്പർ അല്ലെങ്കിൽ ചെമ്പിന്റെ അയിര എന്ന് ചോദിച്ചാൽ അത് കോപ്പർ പൈററ്റിസും അതുപോലെ കുപ്രൈറ്റുമാണ്. കോപ്പർ പൈററ്റിസ് ഒരു കാരണവശാലും PSC ചോദിക്കില്ല. ചോദിക്കുന്നെങ്കിൽ രാസസൂത്രം മാത്രമേ ചോദിക്കുകയുള്ളൂ. കോപ്പർ പൈററ്റിസിന്റെ രാസസൂത്രം എന്താണ്? CuFeS2 ആണ്. അതായത് കോപ്പറും ഇരുമ്പും അതിനോടൊപ്പം തന്നെ സൾഫറും ചേർന്ന ഒരു രൂപാന്തരമായിട്ടാണ് കോപ്പർ പൈററ്റിസ് കാണപ്പെടുന്നത്. ഇനി കുപ്രൈറ്റ് ആണ് കോപ്പറിന്റെ അല്ലെങ്കിൽ ചെമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അയിര്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് സിങ്ക്. ഏതാണ്? സിങ്ക്. സിങ്കിന്റെ പ്രധാനപ്പെട്ട അയിരുകളാണ് സിങ്ക് ബ്ലെൻഡും അതുപോലെ തന്നെ കലാമിനും. സിങ്ക് ബ്ലെൻഡും അതുപോലെ കലാമിനും. സിങ്ക് ബ്ലെൻഡിനകത്ത് തന്നെ സിങ്ക് ഉള്ളതുകൊണ്ട് PSC അധികം ചോദിച്ചിട്ടില്ല. പക്ഷേ കലാമിൻ പക്ക PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇത് രണ്ടും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോ ലോഹം ഏതെന്ന് ചോദിച്ചാൽ സിങ്ക്. സിങ്കിന്റെ അയിര ഏതാണ്? സിങ്ക് ബ്ലെൻഡും കലാമിനും. ഇനി സിങ്ക് ബ്ലെൻഡിന്റെ രാസസൂത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് ZnS ആണ്. അല്ലെങ്കിൽ സിങ്കും സൾഫറും ചേർന്ന ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് സിങ്ക് ബ്ലെൻഡ് കാണപ്പെടുന്നത്. സിങ്കും സൾഫറും കൂടെ ചേർന്നിട്ട് ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ആര് കാണപ്പെടുന്നത്? സിങ്ക് ബ്ലെൻഡ് കാണപ്പെടുന്നത്. ഇനി കലാമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ZnCO3 അഥവാ സിങ്ക് കാർബണേറ്റ് ആണ് കേട്ടോ. ZnCO3 ആണ് ആരെന്ന് പറയുന്നത്? കലാമിൻ എന്ന് പറയുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ ഈ പോയിന്റ് വ്യക്തമായിട്ട് പഠിക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഇത്രയും ലോഹങ്ങളും അതുമായി ബന്ധപ്പെട്ട അയിരുകളും അതിന്റെ രാസസൂത്രവും പഠിച്ചതിന് ശേഷം മാത്രമേ വേറെ ഏതെങ്കിലും ഒരു ലോകവും അതിന്റെ അയിരും പഠിക്കാവൂ. ഇത്രയും PSC സ്ഥിരം പ്രീവിയസ് ആയി ചോദിക്കുന്നതാണ്. എക്സാം എളുപ്പമാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തു നിന്നൊക്കെ നല്ല ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇനി PSC കുറച്ച് ലൈനുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ ലൈനുകളിലെ ലീനവും ലായകവും നമ്മൾ വേർതിരിച്ച് പഠിക്കണം. ഉപ്പ് വെള്ളത്തിൽ ആരായിരിക്കും സുഹൃത്തുക്കളെ ലീനം? ഉപ്പ് തന്നെ ആയിരിക്കും അല്ലെ ലീനം. കാരണം ഉപ്പാണ് ജലത്തിൽ കലക്കുന്നത്. അതുകൊണ്ട് ഉപ്പ് ലീനവും ലായകം ആരുമായിരിക്കും? ജലവുമായിരിക്കും. സോഡാ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് അതീവ മർദ്ദത്തോടു കൂടി എന്ത് ചെയ്യുന്നു? ജലത്തിലേക്ക് നമ്മൾ കടത്തിവിടുന്നു. അതിനുശേഷം നമ്മൾ അടച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതാണ് സോഡാ വെള്ളം എന്ന് പറയുന്നത്. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ആരിലാണ് ലയിച്ചത്? ജലത്തിലാണ് ലയിച്ചത്. അതുകൊണ്ട് തന്നെ ജലമായിരിക്കും അവിടെ ലായകം. ലീനം എന്നറിയപ്പെടുന്നത് ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. കാരണം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ജലത്തിൽ അലിഞ്ഞു ചേർന്നത്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനിയിലെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആയിരിക്കും ലീനം. ആരിലാ ലയിച്ചു ചേർന്നത്? ജലത്തിലാണ്. അതുകൊണ്ട് ലായകം ജലമായിരിക്കും. തുരിശ് ലായനിയില് തുരിശായിരിക്കും അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റ് എന്ന് പറയും കേട്ടോ. കോപ്പർ സൾഫേറ്റ് അല്ലെങ്കിൽ തുരിശായിരിക്കും അവിടെ ലീനം. അത് ആരിലാ ലയിച്ചത്? ജലത്തിലാ ലയിച്ചത്. അതുകൊണ്ട് ജലമായിരിക്കും ലായകം. മറക്കല്ലേ സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് പോയിന്റ്. അടുത്തതാണ് കാർഷിക വിളകളും അവയുടെ ജന്മദേശവും. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാർഷിക വിളകളും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. സുഹൃത്തുക്കൾ പഠിക്കുക. കാർഷിക വിളകളും അവയുടെ ജന്മദേശവും. കൈതച്ചക്ക, മരിച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി എന്നിവയുടെ ജന്മദേശം അമേരിക്കയാണ്. പഠിച്ചോളണേ.
ഇവയിലുള്ള എല്ലാം PSC പ്രീവിയസ് ആയി ചോദിച്ച കാർഷിക വിളകളാണ് ജന്മദേശം. കൈതച്ചക്ക, മരിച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി എന്നിവയുടെ ജന്മദേശം അമേരിക്കയാണ്. തേയിലയുടെ ജന്മദേശം ചൈനയാണ്. ക്യാബേജിന്റെ ജന്മദേശം യൂറോപ്പാണ്. റബ്ബറിന്റെയും കശുമാവിന്റെയും ജന്മദേശം ബ്രസീലാണ്. ചോദിച്ചാൽ അത് ബ്രസീലാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കാർഷിക വിളകളും അവയുടെ ജന്മദേശവുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കൈതച്ചക്ക, മരിച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി എന്നിവയുടെ ജന്മദേശം അമേരിക്കയാണ്. തേയിലയുടെ ജന്മദേശം ചൈനയാണ്. ക്യാബേജിന്റെ ജന്മദേശം യൂറോപ്പാണ്. റബ്ബർ, കശുമാവ് എന്നിവയുടെ ജന്മദേശം ബ്രസീലാണ്. ചേരുംപടി ചേർക്കുക എന്നൊക്കെ പറഞ്ഞ് PSC ചോദിക്കും, അതുകൊണ്ട് പഠിക്കുക. അടുത്തതാണ് വിവിധ രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികളെ പറ്റിയാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ബഹിരാകാശ ഏജൻസിയും PSC പ്രീവിയസ് ആയി ചോദിച്ചുള്ളതാണ്. പ്രത്യേകിച്ച് LGS ഉള്ള സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഈ ഭാഗം പഠിക്കാതെ പോകരുത്, ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് പറയുന്ന സുഹൃത്തുക്കളെ. ആദ്യത്തേതാണ് ഇന്ത്യയുടേതാണ്. നമ്മൾ ISRO എന്ന് പറയുന്നു, അല്ലെങ്കിൽ ISRO എന്ന് പറയുന്ന ബഹിരാകാശ ഏജൻസിയാണ് ഇന്ത്യക്കുള്ളത്. USA നമുക്ക് എല്ലാവർക്കും അറിയാം, നാസയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നാസയാണ്. യൂറോപ്പിന്റേതാണ് ESA. ജപ്പാന്റേതാണ് ജാക്സ. പ്രീവിയസ് ആയി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ജപ്പാന്റേതാണ് ജാക്സ. റഷ്യയുടേതാണ് RSA. ചൈനയുടേതാണ് CNSA എന്നുള്ളത് പഠിക്കുക സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് ആണ്. വിവിധ രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ത്യയുടേതാണ് ISRO, USAയുടേതാണ് നാസ, യൂറോപ്പിന്റേതാണ് ESA അല്ലെങ്കിൽ ESA. ജപ്പാന്റേതാണ് ജാക്സ അല്ലെങ്കിൽ JAXA. റഷ്യയുടേതാണ് RSA. അതുപോലെ ചൈനയുടേതാണ് CNSA എന്നുള്ളത് പഠിക്കുക. അടുത്തതാണ് മീനമാതാ രോഗത്തിന് കാരണമായ മൂലകം. ഏത് മൂലകമാ സുഹൃത്തുക്കളെ മീനമാതാ രോഗത്തിന് കാരണമാകുന്നത്? മെർക്കുറിയാണ്. ആരാണ്? മെർക്കുറിയാണ്. ഇനി നമുക്ക് കുറച്ച് മൂലകങ്ങളും അവ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെയും കുറിച്ച് പഠിക്കാം. പ്രധാനപ്പെട്ട PSC ചോദിച്ചിട്ടുള്ള എല്ലാ മൂലകങ്ങളും അവ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളും ഇതിനകത്തുണ്ട്, നമുക്ക് പഠിക്കാം. ഫ്ലൂറോസിസ്. എന്താ സുഹൃത്തുക്കളെ ഫ്ലൂറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫ്ലൂറിന്റെ ആധിക്യം ശരീരത്തിൽ ഉണ്ടാകുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ഫ്ലൂറോസിസ്. എന്താണ് അവന്റെ പേര്? ഫ്ലൂറോസിസ്. പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഫ്ലൂറോസിസ് ഉണ്ടാകാൻ കാരണമാരാണ്? ഫ്ലൂറിൻ തന്നെയാണ്. ഫ്ലൂറോസിസ് ഉണ്ടാകാൻ കാരണമാരാണ് സുഹൃത്തുക്കളെ? ഫ്ലൂറിൻ തന്നെയാണ്. ആ അസുഖത്തിൽ തന്നെ ആര് കിടപ്പുണ്ട്? കാരണക്കാരനായ മൂലകം കിടപ്പുണ്ട്. അതുകൊണ്ട് ഇനി അത് കൂടുതൽ സമയം നമ്മൾ പഠിച്ച് സമയം കളയണ്ട. ഫ്ലൂറോസിസ് ഉണ്ടാകാൻ കാരണം ഫ്ലൂറിൻ ആണ്. കിട്ടിയേ? സിലിക്കോസിസ്. മനുഷ്യ ശരീരത്തിൽ സിലിക്കന്റെ അളവ് വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് സിലിക്കോസിസ്. മനുഷ്യ ശരീരത്തിലെ സിലിക്കൺ മൂലകത്തിന്റെ ആധിക്യം അല്ലെങ്കിൽ വർധനവ് മൂലമുണ്ടാകുന്ന രോഗമാണ് സിലിക്കോസിസ്. സിലിക്കോസിസ് എന്ന രോഗത്തിന്റെ കാരണം സിലിക്കൺ ആണ് എന്ന് ആ രോഗത്തിന്റെ പേര് തന്നെയുണ്ട്. സിലിക്കോസിസ് എന്ന ആ രോഗത്തിന്റെ പേര് തന്നെയുണ്ട്. സിലിക്കൺ ആണ് സിലിക്കോസിസ് ഉണ്ടാകുന്നതിന് കാരണമെന്ന് അത് പഠിക്കാനും നമുക്ക് ബുദ്ധിമുട്ടില്ല. ഇനി PSC ഏറ്റവും കൂടുതൽ ചോദിച്ച രോഗമാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ രോഗമാണ്, മീനമാതാ രോഗം. മനുഷ്യ ശരീരത്തിൽ മെർക്കുറിയുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് മീനമാതാ രോഗം. മനുഷ്യ ശരീരത്തിലെ മെർക്കുറിയുടെ അളവ് വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗം അറിയപ്പെടുന്ന പേരാണ് മീനമാതാ രോഗം. ഇത് പഠിക്കാനായിട്ട് ഒരു ചെറിയ കോഡ് പറഞ്ഞുതരാം, സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. കോഡ് ഇത്രയേ ഉള്ളൂ സുഹൃത്തുക്കളെ. കുഞ്ഞുനാളുകളിലൊക്കെ നമ്മുടെ മാതാക്കളല്ലേ നമുക്ക് കുറി തൊട്ട് തരുന്നത്? കുഞ്ഞുനാളുകളിൽ നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമ്മുടെ മാതാക്കളാണ് നമുക്ക് കുറി തൊട്ട് തരുന്നത്, അല്ലെ? കുട്ടിയായിരുന്ന മീനയ്ക്ക് മീനയുടെ മാതാവാണ് കേട്ടോ കുറി തൊട്ട് കൊടുക്കുന്നത്. അപ്പോ മീനമാതാ രോഗത്തിന് കാരണം മെർക്കുറിയാണ്. മീനമാതാ രോഗത്തിന് കാരണം ആരാണ്? മെർക്കുറിയാണ് എന്നങ്ങ് പഠിക്കുക. മീനയുടെ മാതാവാണ് മീനയ്ക്ക് കുറി തൊട്ട് കൊടുക്കുന്നത് എന്നങ്ങ് പഠിക്കുക. അപ്പോ മീനമാതാ രോഗത്തിന് കാരണം ആരാണ്? മെർക്കുറിയാണ്. അടുത്തതാണ് പ്ലംബിസം. ലെഡിന്റെ ആധിക്യം മൂലമുണ്ടാകുന്ന രോഗമാണ് പ്ലംബിസം, അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൽ ലെഡിന്റെ അളവ് കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗം അറിയപ്പെടുന്ന പേരാണ് പ്ലംബിസം. എന്ത് പേരിൽ അറിയപ്പെടുന്ന സുഹൃത്തുക്കളെ? പ്ലംബിസം. ലെഡിന്റെ ലാറ്റിൻ നാമം എന്താ സുഹൃത്തുക്കളെ? ലെഡിന്റെ ലാറ്റിൻ നാമം അത് പ്ലംബം എന്നാണ്. എന്താണ്? പ്ലംബം എന്നാണ് ലെഡിന്റെ ലാറ്റിൻ നാമം.
അപ്പോൾ പ്ലംബത്തിന്റെ ആധിക്യം മൂലം ഉണ്ടാകുന്ന രോഗമാണ് പ്ലംബിസം. പ്ലംബത്തിന്റെ ആധിക്യം മൂലം ഉണ്ടാകുന്ന രോഗമാണ് പ്ലംബിസം. വേറൊന്നുമില്ല, ഏഷ്യന്റ് കാലഘട്ടത്തിൽ പണ്ട് കാലഘട്ടത്തില് നമ്മൾ PVC ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വാട്ടർ സിസ്റ്റങ്ങളുടെ പൈപ്പുകൾ എല്ലാം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്നത് ലെഡ് ആയിരുന്നു കേട്ടോ. അന്ന് നമുക്ക് അറിഞ്ഞൂടായിരുന്നു ലെഡ് എന്ന് പറയുന്നത് ഒരു വിഷവസ്തു ആണെന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ലെഡ് ആയിരുന്നു നമ്മൾ പ്രധാനമായിട്ടും പൈപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ടാണ് അതിനെ പ്ലംബം എന്ന പേരിൽ അറിയപ്പെട്ടത്. പിൽക്കാലത്ത് അത് ലെഡ് എന്ന് പറയുന്ന മൂലകത്തിന്റെ നാമമായിട്ട് നമ്മൾ ചേർക്കുകയും ചെയ്തു. സുഹൃത്തുക്കൾ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി, ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ പഠിക്കുക, പ്ലംബിസം എന്നുള്ള രോഗത്തിന് കാരണമായിരുന്നു ചോദിച്ചാൽ അത് ലെഡ് ആണ്. ഈ ലെഡിന്റെ ലാറ്റിൻ നാമമാണ് എന്ത്? പ്ലംബം എന്ന് പറയുന്നത്. പഠിച്ചു വെക്കുക. ഇത്തായി കാഡ്മിയത്തിന്റെ ആധിക്യം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഇത്തായി അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിലെ കാഡ്മിയത്തിന്റെ അളവ് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം അറിയപ്പെടുന്ന പേരാണ് ഇത്തായി. ഏതാണ്? കാഡ്മിയത്തിന്റെ അളവ് കൂടുന്നത് മൂലം മനുഷ്യരീരത്തിൽ ഉണ്ടാകുന്ന രോഗമാണ് ഇത്തായി. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് വിൽസൺസ് രോഗം. എന്താണ് വിൽസൺസ് രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പിന്റെ ആധിക്യം മൂലം മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗമാണ് വിൽസൺസ് രോഗം. ചെമ്പിന്റെ ആധിക്യം അല്ലെങ്കിൽ ചെമ്പിന്റെ അളവ് മനുഷ്യ ശരീരത്തിൽ കൂടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് വിൽസൺസ് രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ സുഹൃത്തുക്കൾ ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി. വീല് നിർമ്മിക്കാൻ ഉപയോഗിച്ചത് ആരെയാണ്? ചെമ്പിനെയാണെന്ന് പഠിക്കുക. വീല് നിർമ്മിക്കാൻ ഉപയോഗിച്ച ലോഹം ഏതാണ്? ചെമ്പെന്ന് പഠിക്കുക. അല്ലെങ്കിൽ വീല് നിർമ്മിക്കാൻ ഉപയോഗിച്ച മൂലകം ഏതാണ്? ചെമ്പെന്ന് പഠിക്കുക. മറക്കരുത്. വിൽസൺസ് രോഗത്തിന് കാരണമായിട്ടുള്ള മൂലകം ചോദിച്ചാൽ അത് ചെമ്പാണ്. വിൽസൺസ് രോഗത്തിന് കാരണമായിട്ടുള്ള മൂലകം ഏതാ സുഹൃത്തുക്കളെ? അത് ചെമ്പാണ്. പഠിക്കുക. അടുത്തതാണ് ഹൈപ്പോകലാമിയ. എന്താ പേര്? ഹൈപ്പോകലാമിയ. എന്താണ് ഹൈപ്പോകലാമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാസ്യത്തിന്റെ ആധിക്യം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഹൈപ്പോകലാമിയ. അല്ലെങ്കിൽ പൊട്ടാസ്യത്തിന്റെ അളവ് മനുഷ്യ ശരീരത്തിൽ കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം അറിയപ്പെടുന്ന പേരാണ് ഹൈപ്പോകലാമിയ. എന്താ അവന്റെ പേര്? ഹൈപ്പോകലാമിയ എന്നാണ്. മറക്കരുത്. പഠിക്കാൻ പാടുള്ള സുഹൃത്തുക്കൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സുഹൃത്തുക്കളെ, ഇവിടെ ഹൈപ്പോകലാമിയയിൽ ഒരു കലമുണ്ടല്ലോ സുഹൃത്തുക്കളെ. ഹൈപ്പോകലാമിയ എന്ന് പറയുന്നതിൽ ഒരു കലമുണ്ടല്ലോ. കലമാണെങ്കിൽ എന്ത്? ഉറപ്പായിട്ടും പൊട്ടും എന്നങ്ങ് പഠിച്ചു വെക്കുക. കലമാണെങ്കിൽ ഉറപ്പായിട്ടും പൊട്ടും എന്നങ്ങ് പഠിച്ചു വെക്കുക. അപ്പോ ഹൈപ്പോകലാമിയ എന്ന രോഗം ഉണ്ടാകുന്നതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ പൊട്ടാസ്യത്തിന്റെ അളവ് കൂടുന്നത് കൊണ്ടാണ്. കലമാണെങ്കിൽ അതെന്ത് ചെയ്യും? പൊട്ടും. ഹൈപ്പോകലാമിയ പൊട്ടാസ്യം. കലമാണെങ്കിൽ പൊട്ടും. ഹൈപ്പോകലാമിയ പൊട്ടാസ്യം. പഠിച്ചു വെക്കുക. അടുത്തതായി പഠിക്കുവാനുള്ളതാണ് ക്യൂണിക്കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് ഇതിൽ പറയുന്നതെല്ലാം. ക്യൂണിക്കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുയൽ കൃഷി. ക്യൂണിക്കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സുഹൃത്തുക്കളെ? മുയൽ കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സെറികൾച്ചർ പട്ടുനൂൽ കൃഷി. സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടുനൂൽ കൃഷി. പിസികൾച്ചർ മത്സ്യകൃഷി. പിസികൾച്ചർ എന്ന് വെച്ചാൽ എന്താണ്? മത്സ്യകൃഷി. വിറ്റികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്തിരി കൃഷി. വിറ്റികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? മുന്തിരി കൃഷി. ഒലേറികൾച്ചർ എന്ന് പറഞ്ഞാൽ പച്ചക്കറി കൃഷി. ഒലേറികൾച്ചർ എന്ന് പറഞ്ഞാൽ പച്ചക്കറി കൃഷി. മാരികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടൽ മത്സ്യ കൃഷി. മാരികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടൽ മത്സ്യ കൃഷി. എപ്പികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേനീച്ച കൃഷി. എപ്പികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? തേനീച്ച കൃഷി. ഒന്നുകൂടി പറയുവാണ്. സെറികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടുനൂൽ കൃഷി. പിസികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യകൃഷി. വിറ്റികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്തിരി കൃഷി. ഒലേറികൾച്ചർ എന്ന് പറഞ്ഞാൽ പച്ചക്കറി കൃഷി. മാരികൾച്ചർ എന്ന് പറഞ്ഞാൽ കടൽ മത്സ്യ കൃഷി. എപ്പികൾച്ചർ എന്ന് പറഞ്ഞാൽ തേനീച്ച കൃഷി. ഒരു മാപ്പ് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഭൂപടം നമ്മൾ നോക്കുന്ന സമയത്ത് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചിഹ്നങ്ങളെ പറ്റി. എന്തൊക്കെ ചിഹ്നങ്ങളാണ് ആ ഭൂപടത്തിൽ ഉള്ളതെന്ന് അതിന്റെ സൈഡിൽ ഇങ്ങനെ എന്ത് ചെയ്തിരിക്കും? വിശദീകരിച്ച് കൊടുത്തിരിക്കും. വലത് സൈഡിലായിട്ട് അല്ലെങ്കിൽ മുകൾ ഭാഗത്ത് വലത് സൈഡിലായിട്ടോ എന്ത് ചെയ്തിരിക്കും? ചിത്രീകരിച്ചിരിക്കും. എന്തൊക്കെ ചിഹ്നങ്ങളാണ്, എന്തൊക്കെ ചിഹ്നങ്ങൾ എന്തിനെ പ്രതിദാനം ചെയ്യുന്നുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ പറയുന്നത് ഇവിടെ. അപ്പോ ഒരു ഭൂപടത്തിലെ ചിഹ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലെങ്കിൽ ചിഹ്നങ്ങളുടെ നിറങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളെ പ്രതിനിധീകരിക്കാൻ കാർട്ടോഗ്രാഫർമാർ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു. ഇതാണ് പഠിക്കേണ്ട പോയിന്റ്. ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകളെ പ്രതിനിധീകരിക്കുന്നതിന് വേണ്ടി കാർട്ടോഗ്രാഫർമാർ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു. ഭൂപടത്തിലെ ഭൂസവിശേഷതകളെയും അവയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന നിറങ്ങളും. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്. ഭൂപടത്തിലെ ഭൂസവിശേഷതകളും അവയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന നിറങ്ങളും. അക്ഷാംശ രേഖാംശ രേഖകള്. ആദ്യം എന്താ പറഞ്ഞത്? അക്ഷാംശ രേഖാംശ രേഖകള്. വരണ്ട ജലാശയങ്ങൾ, റെയിൽവേ പാത, ടെലിഫോൺ, ടെലിഗ്രാഫ് ലൈനുകൾ, അതിർത്തി രേഖകൾ ഇവയെല്ലാം കറുപ്പ് നിറമാണ്.
ഭാഗമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണേ. ഈ ഭാഗത്തിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണേ. അക്ഷാംശ രേഖാംശ രേഖ, വരണ്ട ജലാശയങ്ങൾ അണ്ടർലൈൻ ചെയ്തങ്ങ് പഠിച്ചോളണം. വരണ്ട ജലാശയങ്ങൾ, റെയിൽവേ പാത, ടെലിഫോൺ ടെലിഗ്രാഫ് ലൈനുകൾ, അതിർത്തി രേഖകൾ എന്നിവ കറുപ്പ് നിറം ഉപയോഗിച്ച് രേഖപ്പെടുത്തും. നീരുറവ, സമുദ്രങ്ങൾ, നദികൾ, കുളങ്ങൾ, കിണറുകൾ, കുഴൽ കിണറുകൾ. ഇതിൽ നീരുറവ അണ്ടർലൈൻ ചെയ്തങ്ങ് പഠിച്ചോളണം. നീരുറവ, സമുദ്രങ്ങൾ, നദികൾ, കുളങ്ങൾ, കിണറുകൾ, കുഴൽ കിണറുകൾ എന്നിവ നീല നിറം ഉപയോഗിച്ച് ചിത്രീകരിച്ചിരിക്കുന്നു. നീരുറവ, സമുദ്രങ്ങൾ, നദികൾ, കുളങ്ങൾ, കിണറുകൾ, കുഴൽ കിണർ തിരിച്ചറിയുന്നതിന് നീല നിറം ഉപയോഗിക്കും. നൈസർഗിക സസ്യജാലങ്ങൾ, വൃക്ഷങ്ങൾ, പുൽമേടുകൾ, മരങ്ങളും കുറ്റിച്ചെടികളും ഫലവൃക്ഷത്തോട്ടങ്ങൾ അണ്ടർലൈൻ ചെയ്തങ്ങ് പഠിച്ചോളണേ. എന്നിവ തിരിച്ചറിയുന്നതിന് പച്ച നിറം ഉപയോഗിക്കുന്നു. ഒന്നുകൂടി പറയാമേ. നൈസർഗിക സസ്യജാലങ്ങള്, വനങ്ങള്, പുൽമേടുകള്, മരങ്ങളും കുറ്റിച്ചെടികളും ഫലവൃക്ഷത്തോട്ടങ്ങളും തിരിച്ചറിയാനായി പച്ച നിറം ഉപയോഗിക്കുന്നു. അതിൽ ഫലവൃക്ഷത്തോട്ടങ്ങൾ അങ്ങ് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കണം. വേറെ കേസുണ്ട് കേട്ടോ അതിനകത്ത്. കൃഷിസ്ഥലങ്ങൾ തിരിച്ചറിയാൻ മഞ്ഞ നിറം ഉപയോഗിക്കുന്നു. ഇതാ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ അണ്ടർലൈൻ ചെയ്ത് പഠിക്കാൻ പറഞ്ഞത് കേട്ടോ. ഫലവൃക്ഷത്തോട്ടങ്ങളാണെങ്കിൽ അവ പച്ച നിറത്തിലായിരിക്കും തിരിച്ചറിയുന്നത്. ഫലവൃക്ഷത്തോട്ടങ്ങളാണെങ്കിൽ അവ തിരിച്ചറിയാൻ പച്ച നിറം ഉപയോഗിക്കുന്നുവെങ്കിൽ കൃഷിസ്ഥലങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടി മഞ്ഞ നിറമാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ വ്യത്യാസം. കൃഷിസ്ഥലങ്ങൾ തിരിച്ചറിയാനായിട്ട് മഞ്ഞ നിറവും ഫലവൃക്ഷത്തോട്ടങ്ങൾ തിരിച്ചറിയാനായിട്ട് പച്ച നിറവുമാണ് ഉപയോഗിക്കുന്നത്. തരിശുഭൂമി തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന നിറം വെള്ള നിറം. തരിശുഭൂമി തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന നിറം എന്താണ്? വെള്ള നിറം. പാർപ്പിടങ്ങൾ, റോഡ്, പാതകൾ, ഗ്രിഡ് ലൈനുകൾ അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോളണേ. ഗ്രിഡ് ലൈനുകൾ, സ്മാരകങ്ങൾ, ലൈറ്റ് ഹൗസ്, ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന നിറമാണ് ചുവപ്പ് നിറം. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. ഇതിൽ തന്നെ ഗ്രിഡ് ലൈനുകൾ സുഹൃത്തുക്കൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണേ. ഗ്രിഡ് ലൈനുകൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അതിനോടൊപ്പം തന്നെ ലൈറ്റ് ഹൗസ്, ആരോഗ്യ കേന്ദ്രങ്ങൾ ഇവയൊന്ന് വായിച്ചു വെച്ചിരിക്കുക. അടുത്തതായി ഊർജത്തിന്റെ വിവിധ രൂപാന്തരങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ വിവിധ രൂപങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ കുറച്ച് സന്ദർഭങ്ങൾ തന്നിട്ടുണ്ട്. അവിടെ ഉണ്ടാകുന്ന ഊർജ രൂപങ്ങളും നാം പ്രയോജനപ്പെടുത്തുന്ന ഊർജ രൂപം അതിൽ ഏതാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ആദ്യമായി പറഞ്ഞിരിക്കുന്ന സന്ദർഭമാണ് ടോർച്ച് പ്രകാശിക്കുന്നു. ടോർച്ച് പ്രകാശിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രകാശോർജം എന്തായിരുന്നാലും ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ താപോർജവും ഉണ്ടാകും. പ്രകാശോർജത്തിനൊപ്പം എന്തുണ്ടാകും സുഹൃത്തുക്കളെ? താപോർജവും ഉണ്ടാകും. അത് പുതിയ ടൈപ്പ് LED ലൈറ്റ് ആയിരുന്നാലും ശരി, പണ്ടത്തെ നമ്മുടെ ഇൻകാൻഡസെന്റ് ലൈറ്റ് ആയിരുന്നാലും ശരി, പ്രകാശം ഉണ്ടാകുന്നുണ്ടോ, അതിലും വൈദ്യുതി ഉപയോഗിച്ച് പ്രകാശം ഉണ്ടാക്കുന്നുണ്ടോ എങ്കിൽ അതിനകത്ത് താപവും ഉണ്ടായിരിക്കും. യാതൊരു വ്യത്യാസവും ഇല്ല അതിന്. അപ്പോൾ ഇവിടെ നമ്മൾ അതിൽ ഉപയോഗിക്കുന്നത് ആരെ മാത്രമെന്നേ ഉള്ളൂ? പ്രകാശോർജത്തെ മാത്രമേ ഉപയോഗിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ടോർച്ച് പ്രകാശിക്കുന്ന സമയത്ത് പ്രകാശോർജവും താപോർജവും അവിടെ ഉണ്ടാകുന്നുവെങ്കിലും പ്രകാശോർജമാണ് അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. മെഴുകുതിരി കത്തുന്ന സമയത്തും പ്രകാശോർജവും താപോർജവും ഉണ്ടാകാറുണ്ട് അല്ലെ സുഹൃത്തുക്കളെ? മെഴുകുതിരി കത്തുന്ന സമയത്തും പ്രകാശോർജവും താപോർജവും ഉണ്ടാകുന്നുണ്ട്. ഇവിടെയും നമ്മൾ പ്രകാശോർജമാണ് ഉപയോഗിക്കുന്നത്. എന്താണ്? പ്രകാശോർജമാണ് ഇവിടെ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അടുപ്പിൽ വിറക് കത്തുമ്പോൾ പ്രകാശോർജവും ഉണ്ടാകുന്നുണ്ട്, താപോർജവും ഉണ്ടാകുന്നുണ്ട്. ഇവിടെ നമ്മൾ എന്താ സുഹൃത്തുക്കളെ ഉപയോഗിക്കുന്നത്? താപോർജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ? നമ്മൾ അടുപ്പിൽ വിറക് കത്തിച്ച് നമ്മൾ വെള്ളം തിളപ്പിക്കും, അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ പ്രകാശോർജം ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ നമ്മൾ അവിടെ താപോർജമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അടുപ്പിൽ വിറക് കത്തിക്കുമ്പോൾ പ്രകാശോർജവും താപോർജവും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിൽ താപോർജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വൈദ്യുത ബൾബ് പ്രകാശിക്കുന്നു. ടോർച്ച് ബൾബിന്റെ അതേ പ്രവർത്തനം തന്നെയാണ്. ബൾബ് പ്രകാശിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ പ്രകാശോർജവും താപോർജവും ഉണ്ടാകും. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് സുഹൃത്തുക്കളെ? പ്രകാശോർജമാണ്. നമ്മുടെ ടോർച്ച് പ്രകാശിക്കുന്ന സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. വൈദ്യുത ബൾബ് പ്രകാശിച്ചാലും താപോർജവും പ്രകാശോർജവും ഉണ്ടാകുന്നു. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ആരെ മാത്രമാണ്? പ്രകാശോർജത്തെ മാത്രമാണ്. പടക്കം പൊട്ടുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ് കേട്ടോ. പടക്കം പൊട്ടുന്നു. പടക്കം പൊട്ടിക്കഴിഞ്ഞാൽ രണ്ട് പ്രധാനപ്പെട്ട ഊർജങ്ങളാണ് ഉണ്ടാകുന്നത്.
ശബ്ദോർജവും താപോർജവും. ആരൊക്കെയാ ഉണ്ടാകുന്നത്? ശബ്ദോർജവും താപോർജവുമാണ് പടക്കം പൊട്ടുമ്പോൾ ഉണ്ടാകുന്നത്. ഇതിൽ ശബ്ദോർജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നത് പ്രധാനമായിട്ടും ശബ്ദോർജമാണ്. പടക്കം പൊട്ടിക്കുന്നത് നമ്മൾ ശബ്ദം കേൾക്കാനല്ലേ സുഹൃത്തുക്കളെ? അപ്പോൾ ശബ്ദോർജമാണ് നമ്മൾ പടക്കം പൊട്ടിക്കുമ്പോൾ അല്ലെങ്കിൽ പൊട്ടുമ്പോൾ നമ്മൾ ആസ്വദിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതെന്ന് സുഹൃത്തുക്കളെ പഠിക്കുക. അപ്പൊ ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കളെ. ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന പോയിന്റ് ആണ്. ടോർച്ച് പ്രകാശിക്കുന്ന സന്ദർഭത്തില് അവിടെ ഉണ്ടാകുന്ന ഊർജങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ പ്രകാശോർജവും താപോർജവുമാണ്. അതിൽ പ്രകാശോർജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മെഴുകുതിരി കത്തുന്ന സമയത്ത് പ്രകാശോർജവും താപോർജവും ഉണ്ടാകുന്നെങ്കിലും അവിടെയും പ്രകാശോർജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുപ്പിൽ വിറക് കത്തിക്കുന്ന സമയത്തും പ്രകാശോർജവും താപോർജവും ഉണ്ടാകുന്നു, എങ്കിലും നമ്മൾ താപോർജമാണ് അവിടെ ഉപയോഗിക്കുന്നത്. വൈദ്യുത ബൾബ് പ്രകാശിക്കുന്ന സമയത്തും പ്രകാശോർജവും താപോർജവും ഉണ്ടാകുന്നുവെങ്കിലും അവിടെയും നമ്മൾ പ്രകാശോർജമാണ് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പടക്കം പൊട്ടുന്ന സമയത്ത് ശബ്ദോർജവും താപോർജവും ഉണ്ടാകുന്നു, എന്നാൽ അവിടെ ശബ്ദോർജമാണ് നമ്മൾ കേൾക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആസ്വദിക്കുന്നതെന്നും സുഹൃത്തുക്കളെ പഠിക്കുക. മറ്റൊരു പോയിന്റ് നമ്മൾ പറയാൻ പോകുന്നത്, ഇവിടെ കുറെ സന്ദർഭങ്ങൾ നേരത്തെ തന്നതുപോലെ തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ പഠിക്കാനുള്ളത് ഇത്തരം സന്ദർഭത്തിൽ ഏതൊക്കെ രീതിയിലുള്ള ഊർജങ്ങളാണ് ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. നേരത്തെ സന്ദർഭം ഇപ്പോഴത്തെ സന്ദർഭം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. നേരത്തെ സന്ദർഭം അല്ലെങ്കിൽ നേരത്തെ കേസ് നമ്മൾ പറഞ്ഞത് ഏതൊക്കെ ഊർജ്ജ രൂപങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ആ ഊർജ്ജ രൂപത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഊർജ്ജ രൂപം എന്നാണ് പഠിച്ചത്. എന്നാൽ ഇതിന്റെ കേസിൽ വരുമ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു സന്ദർഭം തന്നിരിക്കും, അവിടെ ഏതൊക്കെ ഊർജ്ജ രൂപങ്ങളാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്ന് നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ ഊർജ്ജ രൂപങ്ങളാണ് അവിടെ രൂപപ്പെടുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. ആദ്യത്തെ സന്ദർഭം പൂത്തിരി കത്തുന്നു. പൂത്തിരി കത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ താപോർജം ഉണ്ടാകും. പൂത്തിരി വെറുതെ സൈലന്റ് ആയിട്ടാണോ സുഹൃത്തുക്കളെ കത്തുന്നത്? കരിപിരി കരിപിര സൗണ്ട് കേൾക്കുമല്ലേ? അതുകൊണ്ട് തന്നെ അവിടെ ശബ്ദോർജം ഉണ്ടാകുന്നുണ്ട്. പിന്നെ പൂത്തിരി നമ്മൾ എന്തിനാ കത്തിക്കുന്ന? പ്രധാനമായിട്ടും പ്രകാശോർജത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ കത്തുന്ന പ്രകാശം കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൂത്തിരി കത്തിക്കുന്നത്. അതുകൊണ്ട് പൂത്തിരിയിൽ നിന്നുണ്ടാകുന്ന ഊർജ്ജ രൂപങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ താപോർജം ഉണ്ടാകുന്നുണ്ട്, ശബ്ദോർജം ഉണ്ടാകുന്നുണ്ട്, പ്രകാശോർജവും ഉണ്ടാകുന്നുണ്ട്. പഠിക്കുക. മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നു. മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് മോട്ടോർ സൈക്കിളിന്റെ എഞ്ചിനടുത്തേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമുക്ക് താപം അനുഭവപ്പെടും. അപ്പോൾ അവിടെ താപോർജം ഉണ്ടാകുന്നുണ്ട്. മോട്ടോർ സൈക്കിൾ ഓടിച്ചിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ആ എഞ്ചിന്റെ അടുത്ത് കൈവച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ പൊള്ളും. അതിനുള്ള കാരണം എന്ന് ചോദിച്ചാൽ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് അവിടെ താപോർജം ഉണ്ടാകുന്നുണ്ട്. മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ സൈലന്റ് ആണോ സുഹൃത്തുക്കളെ? ഇലക്ട്രിക്കൽ വണ്ടി പോലെ അല്ല. അപ്പൊ അവിടെ എന്തുണ്ടാകുന്നുണ്ട്? ശബ്ദോർജം രൂപപ്പെടുന്നുണ്ട്. ശബ്ദോർജം രൂപപ്പെടുന്നുണ്ട്. ഇവിടെ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത് യാന്ത്രികോർജമാണ്, അല്ലെങ്കിൽ യന്ത്രങ്ങളുടെ ഊർജമാണ്. മറക്കരുത്, യാന്ത്രികോർജം അവിടെ ഉണ്ടാകുന്നുണ്ട്. മോട്ടോർ സൈക്കിൾ ഓടുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായി ഉണ്ടാകുന്ന ഊർജം ഏതാണ്? യാന്ത്രികോർജമാണ്. അതിനുശേഷം ഉണ്ടാകുന്നത് താപോർജമാണ്. അതിനുശേഷമാണ് ശബ്ദോർജം ഉണ്ടാകുന്നത് എന്ന് പഠിക്കുക. മിക്സിയുടെ പ്രവർത്തനം. മിക്സി പ്രവർത്തിച്ച് കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മൾ തൊട്ടു നോക്കിക്കഴിഞ്ഞാൽ മിക്സിയുടെ ആ മോട്ടറിൽ നല്ല രീതിക്ക് ചൂടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാകും. അപ്പോ താപോർജം ഉണ്ടാകുന്നുണ്ട് മിക്സി പ്രവർത്തിപ്പിക്കുമ്പോൾ. ഇനി ഏതെങ്കിലും ഒരു വീട്ടിൽ മിക്സി സൈലന്റ് ആയിട്ട് പ്രവർത്തിക്കുക സുഹൃത്തുക്കളെ? ഇല്ല. അപ്പോ ഏതൊരു മിക്സി പ്രവർത്തിച്ചാലും ശബ്ദമുണ്ടാവും, അല്ലെങ്കിൽ മോട്ടർ കറങ്ങുമ്പോൾ എന്തുണ്ടാവും? ശബ്ദമുണ്ടാവും. അപ്പോ ശബ്ദോർജവും മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ മിക്സി പ്രവർത്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുണ്ടാകുന്നതാണ് യാന്ത്രികോർജം. ഇത് PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ് ഈ യാന്ത്രികോർജം. അതുകൊണ്ട് യാന്ത്രികോർജത്തിന് അല്പം ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കുക സുഹൃത്തുക്കള്. മിക്സി പ്രവർത്തിക്കുന്ന സമയത്ത് താപോർജം ഉണ്ടാകുന്നുണ്ട്, ശബ്ദോർജം ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നതും എന്താണ്? അതിലെ യാന്ത്രികോർജമാണ്. പഠിക്കുക. ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തിക്കുന്നു. മിക്സി പ്രവർത്തിക്കുന്നതിന്റെ അതേ പ്രവർത്തന തത്വമാണ് ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തിക്കുമ്പോഴും. ഒന്നുമില്ല, ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തിക്കുമ്പോൾ അവിടെ താപമുണ്ടാകുന്നു, അപ്പോൾ താപോർജം അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇലക്ട്രിക് മോട്ടോർ റൺ ചെയ്യുന്ന സമയത്ത് ശബ്ദം ഉണ്ടാകാറുണ്ട്, അതുകൊണ്ട് അവിടെ ശബ്ദോർജം ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക് മോട്ടറിന്റെ പുറത്ത് വരുന്ന ആ യാന്ത്രികോർജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്,
അപ്പോൾ അവിടെ യാന്ത്രികോർജവും ഉണ്ടാകാറുണ്ട്. ഇത് മൂന്നും സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 സന്ദർഭങ്ങൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കൾ ഇവയെല്ലാം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. കാരണം സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ഇങ്ങനെയുള്ള ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് PSC ഇപ്പോൾ ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ ഭാഗം പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് നോക്കുവാനുള്ളത് 1857 കലാപ പ്രദേശങ്ങളും ആ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തികളും അവരുടെ സവിശേഷതകളുമാണ്. സവിശേഷതകൾ ഇതുവരെയും നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നു. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് വ്യക്തമായിട്ട് നമ്മൾ ഓർക്കണം. അപ്പോ 1857 വിപ്ലവങ്ങൾ നടന്ന പ്രദേശങ്ങളും ആ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ വ്യക്തിത്വങ്ങളും അവരുടെ സവിശേഷതകളും. ഡൽഹിയിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമൻ. അദ്ദേഹത്തിന്റെ മറ്റൊരു പേരെന്താണ്? ബഹദൂർ ഷാ സഫർ ആയിരുന്നു. കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ബഹദൂർ ഷാ രണ്ടാമനെയാണ്, അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫറിനെയാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാർ റംഗൂണിലേക്ക് നാടുകടത്തി ആരെ? ബഹദൂർ ഷാ രണ്ടാമനെ. അപ്പോ ഡൽഹിയിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമൻ അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫർ ആയിരുന്നു. കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ആരെയായിരുന്നു? ബഹദൂർ ഷാ രണ്ടാമനെ ആയിരുന്നു. വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ബഹദൂർ ഷാ രണ്ടാമനെ പിടിച്ചെടുക്കുകയും റംഗൂണിലേക്ക്, അതായത് ഇപ്പോഴത്തെ മ്യാൻമറിലേക്ക് നാട് കടത്തുകയാണ് ചെയ്തത്. ഇതുപോലെ തന്നെ ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയ മറ്റൊരു വ്യക്തിയായിരുന്നു ബഹദൂർ ഷാ രണ്ടാമന്റെ വിശ്വസ്തനായ സൈനിക തലവനായിട്ടുള്ള ജനറൽ ഭക്ത് ഖാൻ. ഓർക്കുക, ഡൽഹിയിലെ രണ്ടാമത് കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരായിരുന്നു? ബഹദൂർ ഷാ രണ്ടാമന്റെ വിശ്വസ്തനായിട്ടുള്ള സൈനിക തലവനായിട്ടുള്ള ജനറൽ ഭക്ത് ഖാൻ ആയിരുന്നു. ബഹദൂർ ഷാ രണ്ടാമന്റെ സൈനിക ജനറൽ ആയിരുന്നു ആര്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ജനറൽ ഭക്ത് ഖാൻ. അടുത്തതാണ് ഝാൻസി. ഝാൻസിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? റാണി ലക്ഷ്മി ഭായി ആയിരുന്നു. ഝാൻസിയുടെ ഭരണാധികാരിയായിരുന്നു ആര്? റാണി ലക്ഷ്മി ഭായി. അപ്പൊ ഝാൻസിയിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മി ഭായി ആണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണ് മണികർണിക അല്ലെങ്കിൽ മനു ഭായി എന്നൊക്കെ നമ്മൾ വിളിക്കും. അപ്പൊ ഇവരായിരുന്നു ഝാൻസിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഝാൻസിയുടെ ഭരണാധികാരിയായിരുന്നു ആര്? ഝാൻസി റാണിയായിട്ടുള്ള റാണി ലക്ഷ്മി ഭായി. കാൺപൂരിൽ കലാപത്തിന് നേതൃത്വം നൽകിയ ആദ്യത്തെ വ്യക്തി നാനാ സാഹിബ് ആയിരുന്നു. നാനാ സാഹിബ് എന്ന് പറയുന്നത് മറാത്ത ഭരണാധികാരിയായിരുന്നു. അപ്പോ കാൺപൂരിന് കലാപത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? നാനാ സാഹിബ് ആയിരുന്നു. നാനാ സാഹിബ് എന്ന് പറയുന്നത് മറാത്ത ഭരണാധികാരിയായിരുന്നു. രണ്ടാമതായി കാൺപൂരിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? താന്തിയ തോപ്പി ആയിരുന്നു. താന്തിയ തോപ്പി എന്ന് പറയുന്നത് നാനാ സാഹിബിന്റെ സൈനിക തലവനായിരുന്നു. അതുപോലെ തന്നെ ഗറില്ല യുദ്ധമുറകൾ ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പ്രയോഗിച്ചതാരെന്ന് ചോദിച്ചാൽ ഈ താന്തിയ തോപ്പിയായിരുന്നു കേട്ടോ. അപ്പോ ഈ കാൺപൂരിലെ കലാപത്തിന് നേതൃത്വം നൽകിയതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു വ്യക്തി ആരാണ്? നാനാ സാഹിബാണ്. രണ്ടാമത്തെ വ്യക്തി താന്തിയ തോപ്പിയാണ്. താന്തിയ തോപ്പി എന്ന് പറയുന്നത് നാനാ സാഹിബിന്റെ സൈനിക തലവനായിരുന്നു. അതുപോലെ തന്നെ 1857 റിവോൾട്ട് സമയത്ത് ഗറില്ല യുദ്ധമുറ ആർക്കെതിരെ? ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയത് ആരെന്ന് ചോദിച്ചാൽ അത് താന്തിയ തോപ്പിയാണ്. ലക്നൌവിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത് മഹലാണ്. അതുപോലെ അവധിലെ ഭരണാധികാരിയായിരുന്നു ആര്? ബീഗം ഹസ്രത് മഹല്. അതുകൊണ്ട് തന്നെ ലക്നൌ, ആഗ്ര, അവധ് ഈ 3 പ്രദേശങ്ങളിലും കലാപത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ബീഗം ഹസ്രത് മഹലായിരുന്നു. അപ്പോ ലക്നൌവിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ബീഗം ഹസ്രത് മഹലായിരുന്നു. അവര് അവധിന്റെ ഭരണാധികാരിയായിരുന്നു. അതുകൊണ്ട് തന്നെ ലക്നൌ, ആഗ്ര, അവധ് ഈ 3 പ്രദേശങ്ങളിലും കലാപത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ബീഗം ഹസ്രത് മഹലായിരുന്നു. ബീഹാറിലെ ആരയിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് കൻവർ സിംഗ് ആയിരുന്നു. ജഗദീഷ്പൂരിലെ കർഷക പ്രഭുവായിരുന്നു ആര്? കൻവർ സിംഗ്. അപ്പോ ബീഹാറിലെ ആരയിലും അതുപോലെ തന്നെ ജഗദീഷ്പൂരിലും കലാപത്തിന് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദിച്ചാൽ അത് കൻവർ സിംഗ് ആണ്. കൻവർ സിംഗ് എന്ന് പറയുന്നത് ജഗദീഷ്പൂരിലെ കർഷക പ്രഭുവായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ് ഓർക്കാനുള്ളത് 1857 കലാപ കാലഘട്ടത്തില് തന്റെ കൈക്ക് വെടിയേറ്റതിനു ശേഷം കത്തി ഉപയോഗിച്ച് തന്റെ കൈ മുറിക്കുകയും അതിനുശേഷം പിന്നെയും കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് കൻവർ സിംഗ് ആണ്. ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് ഓർത്ത് വെച്ചിരുന്നാൽ മതി. 1857 വിപ്ലവ കാലഘട്ട സമയത്ത് തന്റെ നഷ്ടപ്പെട്ട കൈ ഗംഗാദേവിക്ക് അല്ലെങ്കിൽ ഗംഗാ നദിക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ വിപ്ലവകാരി ആരെന്ന് ചോദിച്ചാൽ അത് കൻവർ സിംഗ് ആണ്. കൻവർ സിംഗ് എവിടെയാണ് ഇപ്പൊ വിപ്ലവം നടത്തിയത്? ബീഹാറിലെ ആരയിലാണ്. അദ്ദേഹം ജഗദീഷ്പൂരിലെ കർഷക പ്രഭുവായിരുന്നു. ഇനി എങ്ങനെ ഇത് ഈസി ആയിട്ട് പഠിക്കാമെന്നുള്ള കോഡ് ഉൾപ്പെടെയുള്ള ക്ലാസ് വ്യക്തമായിട്ട് 8057 റിവോർട്ട് എന്ന് പറയുന്ന നമ്മുടെ ചാനലിൽ പുതിയൊരു ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. കോഡ് വേണ്ട സുഹൃത്തുക്കൾ ദയവ് ചെയ്ത് ആ ക്ലാസ് ഒന്ന് കാണുക. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യങ്ങൾ.
ആദ്യമായി ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായത് ആരായിരുന്നു? സത്താറയായിരുന്നു. വർഷം 1848. ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. ദത്തവകാശ നിരോധന നിയമപ്രകാരം ആദ്യമായി ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം ഏതാണ്? സത്താറയാണ്. ദത്തവകാശ നിരോധന നിയമപ്രകാരം രണ്ടാമതായി ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം ജയ്താംപൂരും സാമ്പൽപൂരുമാണ്. വർഷം 1849. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ട രണ്ടാമത്തെ നാട്ടുരാജ്യം ജയ്താംപൂരും സാമ്പൽപൂരുമാണ്. വർഷം 1849. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ട മൂന്നാമത്തെ നാട്ടുരാജ്യമായിരുന്നു ഉദയ്പൂർ. വർഷം 1852. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത മൂന്നാമത്തെ നാട്ടുരാജ്യം എന്നറിയപ്പെടുന്നത് ഉദയ്പൂരാണ്. വർഷം 1852. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ട നാലാമത്തെ നാട്ടുരാജ്യമായിരുന്നു നമ്മുടെ ഝാൻസി. വർഷം 1853. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത നാലാമത്തെ നാട്ടുരാജ്യം എന്നറിയപ്പെടുന്നത് ഝാൻസിയാണ്. വർഷം 1853. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത അഞ്ചാമത്തെ നാട്ടുരാജ്യം എന്നറിയപ്പെടുന്നത് നാഗ്പൂരാണ്. വർഷം 1854. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ട നാലാമത്തെ നാട്ടുരാജ്യം എന്നറിയപ്പെടുന്നത് നാഗ്പൂരാണ്. വർഷം 1854. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ട ഏറ്റവും അവസാനത്തെ നാട്ടുരാജ്യം എന്നറിയപ്പെടുന്നത് അവധാണ്. വർഷം 1856. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെട്ട ഏറ്റവും അവസാനത്തെ നാട്ടുരാജ്യം എന്നറിയപ്പെടുന്നത് അവധാണ്. വർഷം 1856 അവധിനെ ബ്രിട്ടീഷ് ഇന്ത്യയോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെട്ടത്. അതിനോടൊപ്പം തന്നെ നമ്മൾ പഠിക്കേണ്ട പോയിന്റ് എന്താ സുഹൃത്തുക്കളെ? ദുർഭരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷ് ഇന്ത്യയോടൊപ്പം കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ഏത് തന്നെയാണ്? അവധ് തന്നെയാണ്. ഇനിയാണ് PSC ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത്. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി സമ്പ്രദായങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടെക്സ്റ്റ് ബുക്ക് ഡയറക്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തേക്കുവാണ്, പഠിച്ചോളനെ. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി സമ്പ്രദായങ്ങൾ. ആദ്യമായി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്ന നികുതി സമ്പ്രദായമായിരുന്നു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഇത് നിലവിൽ വന്ന വർഷം 1793. ഇനി ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ചോദിച്ചാൽ ബംഗാൾ, ബീഹാർ, ഒറീസ. മറക്കരുത്, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെയാണത്? ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവയാണ്. ഏതൊക്കെയാണ്? ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളാണ്. ഇനി ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്നത് ആരെന്ന് ചോദിച്ചാൽ കോൺവാലീസ് പ്രഭുവാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്ന വ്യക്തിത്വമാരാണ്? കോൺവാലീസ് പ്രഭുവാണ്. ഇത്രയും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആയിരിക്കും. ഇനിയുള്ള പോയിന്റ് ആണ് നമ്മൾ പഠിക്കാനുള്ളത്. കാരണം സ്റ്റേറ്റ്മെന്റ് ലെവൽ ഉറപ്പായിട്ടും PSC ഏതെങ്കിലും ഒരു എക്സാമിന് എടുത്ത് ചോദിക്കും. ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിക്കുക. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്തൊക്കെയാണവ? ഭൂ ഉടമകളായിരുന്ന സെമിന്ദാരിമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചു. ഭൂ ഉടമകളായിരുന്ന സെമിന്ദാരിമാർ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ എന്ത് ചെയ്തു? നികുതി പിരിച്ചു തുടങ്ങി. ആരിൽ നിന്നാ? കർഷകരിൽ നിന്നും. വിളവിലുള്ള ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ നിശ്ചിത തുക കർഷകർ നിർബന്ധമായും നികുതിയായി നൽകണമായിരുന്നു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ പ്രകാരം. അപ്പോൾ വിളവിലുള്ള ഏറ്റക്കുറച്ചിലുകൾ ഒന്നും പരിഗണിക്കാതെ നിശ്ചിതമായൊരു തുക എപ്പോഴും കർഷകര് നിർബന്ധമായും നികുതിയായി നൽകണമായിരുന്നു. എന്ത് പ്രകാരം? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ പ്രകാരം. ഓർത്തുവെക്കുക. രണ്ടാമതായി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നികുതി നയമായിരുന്നു റയട്ടുവാരി സമ്പ്രദായം. ഏതാണ്? റയട്ടുവാരി സമ്പ്രദായം. റയട്ടുവാരി സമ്പ്രദായം നിലവിൽ വന്ന വർഷം 1820. റയട്ടുവാരി സമ്പ്രദായം നിലവിൽ വന്ന വർഷം 1820. ഈ റയട്ടുവാരി സമ്പ്രദായം എവിടെയാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ദക്ഷിണേന്ത്യയിലും അതുപോലെ ഡെക്കാൻ മേഖലയിലും. ഡെക്കാൻ മേഖല മറന്നുപോവല്ലേ. റയട്ടുവാരി സമ്പ്രദായം നിലവിൽ വന്ന പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? ദക്ഷിണേന്ത്യയിലും അതുപോലെ ഡെക്കാൻ മേഖലയിലും. ഡെക്കാൻ മേഖലയിൽ വന്നപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ വഴിയെ നമുക്ക് അങ്ങോട്ട് പറയാം കേട്ടോ. റയട്ടുവാരി സമ്പ്രദായം കൊണ്ടുവന്ന വ്യക്തികളായിരുന്നു ചോദിച്ചാൽ തോമസ് മൺട്രോയും അതുപോലെ അലക്സാണ്ടർ റീഡും കൂടി ചേർന്നാണ്. റയട്ടുവാരി സമ്പ്രദായം കൊണ്ടുവന്ന വ്യക്തികൾ ആരൊക്കെയാണ്? തോമസ് മൺട്രോയും അലക്സാണ്ടർ റീഡും ചേർന്നാണ്. ഇനി റയട്ടുവാരി സമ്പ്രദായത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ നമുക്കൊന്ന് നോക്കാം. കർഷകരെ ഭൂ ഉടമകളായി പരിഗണിച്ചു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വായിച്ചു വെക്കേണ്ട പോയിന്റ് ആണ് പറഞ്ഞത്. കർഷകരെ ഭൂ ഉടമകളായി പരിഗണിച്ചു. ആര്?
ബ്രിട്ടീഷുകാര് എന്തു പ്രകാരം? റയത്തുവാരി സമ്പ്രദായ പ്രകാരം. അതിനുള്ള കാരണം ഞാൻ പറഞ്ഞു തരാം. ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്നും നേരിട്ട് നികുതി പിരിച്ചു. ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്നും നേരിട്ട് നികുതി പിരിച്ചു. നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഇപ്പൊ മനസ്സിലായില്ലേ എന്തിനാണ് കർഷകരെ ഭൂ ഉടമകളാക്കിയെന്ന്? ബ്രിട്ടീഷുകാർ നേരെ കർഷകരെടുത്ത് പറഞ്ഞു, നിങ്ങളാണ് കൃഷി ചെയ്യുന്ന ഭൂമിയിലെ ഭൂ ഉടമകള്. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ആരംഭിക്കാൻ പോകുന്ന പുതിയ നികുതി സിസ്റ്റമാണ് റേറ്റുവാരി സമ്പ്രദായം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇതിൽ നികുതി അടയ്ക്കാനായിട്ട് മുടക്കം വന്ന കർഷകരുടെ പാവം ഭൂമികൾ മുഴുവൻ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരങ്ങ് പിടിച്ചെടുക്കുകയും ചെയ്തു. മൂന്നാമതായി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നികുതി നയമായിരുന്നു മഹൽവാരി സമ്പ്രദായം. എന്തായിരുന്നു? മഹൽവാരി സമ്പ്രദായം. മഹൽവാരി സമ്പ്രദായം നിലവിൽ വന്ന വർഷം 1822. മഹൽവാരി സമ്പ്രദായം നിലവിൽ വന്ന വർഷം 1822. മഹൽവാരി സമ്പ്രദായം നിലവിൽ വന്ന പ്രദേശങ്ങൾ എവിടെയൊക്കെയാണ്? ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ്. ഓർക്കുക, മഹൽവാരി സമ്പ്രദായം നിലവിൽ വന്ന പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ് പ്രദേശങ്ങളിലായിരുന്നു. മഹൽവാരി സമ്പ്രദായം കൊണ്ടുവന്നതാരാണ്? ഹോൾട്ട് മെക്കൻസി ആണ്. ഓർക്കുക, മഹൽവാരി സമ്പ്രദായം കൊണ്ടുവന്ന വ്യക്തിത്വമാരാണ്? ഹോൾട്ട് മെക്കൻസി ആണ്. ഇനി മഹൽവാരി സമ്പ്രദായത്തിന്റെ സവിശേഷതകൾ എന്തെന്നൊക്കെ നോക്കാം. ഗ്രാമത്തെ ഒരു യൂണിറ്റ് ആയി കണക്കാക്കി നികുതി പിരിച്ചു. ഇമ്പോർട്ടന്റ്, ഗ്രാമത്തെ ഒരു യൂണിറ്റ് ആയിട്ട് കണക്കാക്കി നികുതി പിരിച്ചു. എന്തിലെ? മഹൽവാരി സമ്പ്രദായത്തില്. നികുതിയിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ഒരു ഗ്രാമത്തിന് മൊത്തം ബ്രിട്ടീഷുകാർക്ക് അടിച്ചുകൊണ്ട് പോകാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ മഹൽവാരി സമ്പ്രദായം. അപ്പോ മഹൽവാരി സമ്പ്രദായ പ്രകാരം നികുതിയിൽ വീഴ്ച വരുത്തുന്ന ഒരു ഗ്രാമത്തെ മുഴുവനായിട്ട് എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷ് ഇന്ത്യയോടൊപ്പം കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. ഈ പറഞ്ഞ 3 നികുതി സമ്പ്രദായങ്ങളും വ്യക്തമായിട്ട്. ഇനി നമുക്ക് നോക്കുവാനുള്ളതാണ് രാഷ്ട്രീയ സംഘടനകൾ രൂപം കൊള്ളുന്നു. രാഷ്ട്രീയ സംഘടനകൾ രൂപം കൊള്ളുന്നു. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പുത്തൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു തുടങ്ങിയത് 19ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിൽ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പുത്തൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു തുടങ്ങിയതെന്ന 19ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിൽ മുതലാണ്. നമുക്ക് പ്രധാനപ്പെട്ട 3 ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പറ്റി പഠിക്കാനുണ്ട്. അവ ഏതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി പഠിക്കേണ്ടതാണ് ഇന്ത്യൻ അസോസിയേഷൻ. ഏതാണ്? ഇന്ത്യൻ അസോസിയേഷൻ. ഇന്ത്യൻ അസോസിയേഷന്റെ പ്രവർത്തന കേന്ദ്രം എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയായിരുന്നു. ഇന്ത്യൻ അസോസിയേഷന്റെ പ്രവർത്തന കേന്ദ്രം എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയായിരുന്നു. ഇന്ത്യൻ അസോസിയേഷന് നേതൃത്വം നൽകിയ നേതാക്കൾ ആരൊക്കെയായിരുന്നു? സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദ മോഹൻ ബോസുമായിരുന്നു. ഇന്ത്യൻ അസോസിയേഷന് നേതൃത്വം നൽകിയ വ്യക്തിത്വങ്ങൾ ആരൊക്കെയായിരുന്നു? സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദ മോഹൻ ബോസുമാണ്. അടുത്തതാണ് മദ്രാസ് മഹാജൻ സഭ. മദ്രാസ് മഹാജൻ സഭ രൂപപ്പെട്ടത് മദ്രാസിൽ തന്നെയാണ്. പേരിലുണ്ടല്ലോ മദ്രാസ് മഹാജൻ സഭ രൂപപ്പെട്ടത് എവിടെയാണ്? അത് മദ്രാസിൽ തന്നെയാണ്. ഈ മദ്രാസ് മഹാജൻ സഭ രൂപം നൽകിയത് അല്ലെങ്കിൽ നേതൃത്വം നൽകിയ വ്യക്തിത്വങ്ങൾ ആരൊക്കെയാ? എം വീരരാഘവാചാരി, ജി സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദ ചാർലു. അപ്പോൾ മദ്രാസ് മഹാജൻ സഭയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തിത്വങ്ങൾ ആരെന്ന് ചോദിച്ചാല് എം വീരരാഘവാചാരി, ജി സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദ ചാർലു എന്നിവരാണ്. മൂന്നാമത്തതാണ് ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ. ബോംബെ പ്രസിഡൻസി അസോസിയേഷന്റെ പ്രവർത്തന കേന്ദ്രം അല്ലെങ്കിൽ ആരംഭിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ പേരിൽ തന്നെയുണ്ട്, ബോംബെയിലാണ്. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ രൂപീകരിച്ചത് എവിടെയാ? ബോംബെയിൽ തന്നെയാണ്. ഇനി ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ രൂപീകരിച്ച വ്യക്തിത്വങ്ങൾ ആരൊക്കെയെന്ന് ചോദിച്ചാല് ഫിറോസ് ഷാ മേത്ത, കെ ടി തെലാങ്ക്, ബദറുദ്ദീൻ തിയാബ്ജി എന്നിവരാണ്. ബോംബെ പ്രസിഡൻസി അസോസിയേഷന് നേതൃത്വം നൽകിയ വ്യക്തിത്വങ്ങൾ ആരൊക്കെയെന്ന് ചോദിച്ചാല് ഫിറോസ് ഷാ മേത്ത, കെ ടി തെലാങ്ക്, ബദറുദ്ദീൻ തിയാബ്ജി എന്നീ വ്യക്തിത്വങ്ങളാണ്. ഇനി കോഡ് രൂപത്തിൽ ഇതെങ്ങനെ പഠിക്കാമെന്ന് നമുക്ക് നോക്കാം സുഹൃത്തുക്കളെ. ശ്രദ്ധിക്കുക, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഭാഗമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതുകൊണ്ടാണ് അത് കോഡിലൂടെ പഠിക്കാനായിട്ട് പറയുന്നത്. നമുക്ക് നോക്കാം കോഡ് എന്താണെന്ന്. ഫസ്റ്റ് കോഡിലേക്ക് കടക്കാം. ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ച മോഹൻ കല്ലുകൊണ്ട് ബാനർ ഉണ്ടാക്കി എന്നങ്ങ് പഠിക്കുക. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ച മോഹൻ കല്ലുകൊണ്ട് ബാനർ ഉണ്ടാക്കി എന്ന് പഠിക്കുക. ഇതിൽ ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ അസോസിയേഷൻ തന്നെയാണ്, സംഘടനയാണ് സൂചിപ്പിക്കുന്നത്. ഇതിൽ മോഹൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദ് മോഹൻ ബോസ്. മോഹൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദ് മോഹൻ ബോസ്. കല്ല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൽക്കട്ട നഗരത്തെയാണ്. കല്ല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൽക്കട്ട നഗരത്തെയാണ്. ബാനർ ഉണ്ടാക്കിയത്, ബാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേന്ദ്രനാഥ ബാനർജിയെ സൂചിപ്പിക്കുന്നു. ബാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? സുരേന്ദ്രനാഥ ബാനർജിയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത് ആരൊക്കെയാണ്?
മോഹനും ബാനർജിയും ചേർന്നാണ്. അപ്പൊ ഇനി ഇന്ത്യൻ അസോസിയേഷൻ മറക്കൂലല്ലോ. ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ച മോഹൻ എന്ത് ചെയ്തു? കല്ലുകൊണ്ട് ബാനർ ഉണ്ടാക്കി എന്നങ്ങ് പഠിക്കുക. ഇതിൽ മോഹൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദ മോഹൻ ബോസ്, കല്ല് എന്ന് പറഞ്ഞാൽ കൽക്കത്ത നഗരത്തെ സൂചിപ്പിക്കുന്നു. കൽക്കത്ത നഗരത്തിന്റെ പ്രത്യേകത എന്താ? ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിക്കപ്പെട്ടത് എവിടെയാണ്? കൽക്കട്ട നഗരത്തിലാണ്. ബാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സുരേന്ദ്രനാഥ ബാനർജിയെ സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ്, മദ്രാസ് മഹാജനസഭ രൂപീകരിച്ചത് VS അച്യുതാനന്ദനാണ് നിങ്ങൾ പഠിക്കുക. ഓർക്കുക, VS കാലഘട്ടത്തിനൊക്കെ ഒരുപാട് മുമ്പാണ് മദ്രാസ് മഹാജനസഭയൊക്കെ രൂപീകരിച്ചത് കേട്ടോ. അതുകൊണ്ട് അദ്ദേഹമാണ് തെറ്റിദ്ധരിക്കരുത്, ഇത് കോഡാണ്. മദ്രാസ് മഹാജനസഭ രൂപീകരിച്ചതാരെന്ന് പറഞ്ഞാൽ അപ്പോഴേ മനസ്സിൽ വരണം VS അച്യുതാനന്ദനാണെന്ന്. ഇതിലെ V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീരരാഘവാചാര്യാണ്. S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുബ്രഹ്മണ്യ അയ്യരെ സൂചിപ്പിക്കുന്നു. ഇനി അച്യുതാനന്ദനിലെ ആനന്ദനാണ് ആനന്ദ ചാർലുവിനെ സൂചിപ്പിക്കുന്നു. അച്യുതാനന്ദനിലെ ആനന്ദൻ എന്തിനെ സൂചിപ്പിക്കുന്നു? ആനന്ദ ചാർലുവിനെ സൂചിപ്പിക്കുന്നു. അപ്പോ മദ്രാസ് മഹാജനസഭ രൂപീകരിച്ചതാരെന്ന് ചോദിച്ചാൽ VS അച്യുതാനന്ദനാണെന്ന് ഓർത്തു വെക്കുക. അതിൽ V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീരരാഘവാചാരി, S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുബ്രഹ്മണ്യ അയ്യര്. ഇനി അച്യുതാനന്ദനിലെ ആനന്ദൻ എന്താണ്? ആനന്ദ ചാർലുവാണ്. ഓർക്കുക. അടുത്ത കോഡാണ്, ബോംബെ പ്രസിഡൻസി അസോസിയേഷന്റെ രൂപീകരിക്കുന്ന സമയത്ത് റോസിന് തീപിടിച്ച് ആ പ്രോഗ്രാം മൊത്തവും ലാഗായി എന്നങ്ങ് ഓർക്കുക. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ രൂപീകരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന റോസിന് തീപിടിച്ചിട്ട് പ്രോഗ്രാം മൊത്തവും ലാഗായി എന്നങ്ങ് ഓർക്കുക. ഇതിൽ റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറോസ് ഷാ മേത്തയെ സൂചിപ്പിക്കുന്നു. ഓർക്കുക, റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറോസ് ഷാ മേത്തയെ സൂചിപ്പിക്കുന്നു. തീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബദറുദ്ദീൻ ത്യാബ്ജിയെ സൂചിപ്പിക്കുന്നു. ഇനി ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KT തെലാങ്കിനെ സൂചിപ്പിക്കുന്നു. തെലാങ്കിൽ ഒരു ലാഗ് ഇല്ലേ, ആ ലാഗാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പൊ ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KT തെലാങ്കിനെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഒന്നുകൂടി പറയാം, ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ രൂപീകരിക്കുന്ന സമയത്ത് അവിടെ വെച്ചിരുന്ന റോസിന് തീപിടിച്ചത് മൂലം പ്രോഗ്രാം മൊത്തം ലാഗായി എന്നങ്ങ് ഓർക്കുക. അപ്പോ ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ രൂപീകരിച്ചത് ആരൊക്കെയാ? റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറോസ് ഷാ മേത്ത എന്നങ്ങ് ഓർത്തു വെക്കുക. തീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബദറുദ്ദീൻ ത്യാബ്ജിയിൽ ഒരു തീയുണ്ട്, ആ തീയാണെന്ന് ഓർക്കുക. ലാഗ് എന്ന് പറഞ്ഞാൽ KT തെലാങ്കിൽ ഒരു ലാഗുണ്ട്, ആ ലാഗാണെന്ന് ഓർത്തു വെക്കുക. അരിയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. ഇതിനകത്ത് ഹ്രസ്വ വരുന്നുണ്ടേ, ശ്രദ്ധിച്ചോളണേ, വെറും ഹ്രസ്വയാണേ. അരിയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് പവിത്ര, ഹ്രസ്വ, അന്നപൂർണ എന്നിവ. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് നമ്മൾ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെയാണ് KAU അഥവാ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച അക്ഷയ, സുപ്രിയ, ലാവണ്യ, മനുരത്ന, പൗർണമി, മിഥില. പഠിച്ചുകൊള്ളണം, ഇമ്പോർട്ടന്റ് ആണ്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച അക്ഷയ, സുപ്രിയ, ലാവണ്യ, മനുരത്ന, പൗർണമി, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച മിഥില എന്ന് പറയുന്നത്. ഈ മിഥില എന്ന് പറയുന്നത് 2019 നമ്മൾ വികസിപ്പിച്ച അരിയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്. അതുകൊണ്ട് അതുകൂടെ നമ്മളൊന്ന് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അരിയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഏതൊക്കെയാണ്? പവിത്ര, ഹ്രസ്വ, അന്നപൂർണ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. പിന്നെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച അക്ഷയ, സുപ്രിയ, ലാവണ്യ, മനുരത്ന, പൗർണമി, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തന്നെ മിഥില എന്ന് പറയുന്നത്. മിഥില ഒന്ന് നോക്കി വെച്ചോളണം, കാരണം ഇത് 2019 നമ്മൾ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള അരിയുടെ വിത്തിനമാണ്. പയറാണെന്നുണ്ടെങ്കിൽ ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിൽ അതുപോലെ പറഞ്ഞിരിക്കുന്നതാണ്. PSC പ്രീവിയസ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളുമാണ്. പയറിന്റെ പ്രധാനം ഏതൊക്കെയാണ്? ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക എന്നിവ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഇനി കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചതാണ് ദീപിക, വെള്ളായണി, ജ്യോതിക. ഈ വെള്ളായണി, ജ്യോതിക അങ്ങ് പഠിച്ചു വെച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. KAUവിൻ്റെതാണ് ദീപികയും അതുപോലെ തന്നെ വെള്ളായണി, ജ്യോതികയും. പച്ചമുളകിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നതാണ്, അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിച്ചു വെക്കണം. അതിനോടൊപ്പം തന്നെ പഠിക്കാനുള്ളതാണ് വെള്ളായണി അതിലയും, വെള്ളായണി തേജസ്സും, കീർത്തിയും. ഇത് നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇപ്പോൾ അങ്ങോട്ട് ഡെവലപ്പ് ചെയ്തെടുത്തതേ ഉള്ളൂ, അതുകൊണ്ട് അതൊന്ന് പഠിച്ചോളണം. വെള്ളായണി അതുല്യ, വെള്ളായണി തേജസ്, കീർത്തി എന്നിവ പച്ചമുളകിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. അരിയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ചോദിച്ചാല് പവിത്ര, ഹ്രസ്വ, അന്നപൂർണ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അതിനുശേഷം നമ്മൾ ഏതാണ്? കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച അക്ഷയ, സുപ്രിയ, ലാവണ്യ,
മനുരത്ന പൗർണമി. അതിനോടൊപ്പം പഠിക്കാനുള്ളത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തന്നെ വികസിപ്പിച്ച മിഥില എന്ന് പറയുന്നത്. മിഥിലയുടെ പ്രത്യേകത എന്താ? ഇത് 2019 നമ്മൾ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ്. പയറിനകത്ത് വരുമ്പോൾ ഏതൊക്കെയാണ്? ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക എന്നിവയാണ്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നവയാണ്. അതിനോടൊപ്പം നമ്മൾ പഠിക്കാനുള്ളതാണ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്ത ദീപിക, വെള്ളായണി, ജ്യോതിക. അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് പച്ചമുളക്. പച്ചമുളകിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ എന്നിവ. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നതാണ്. അതിനോടൊപ്പം നമ്മൾ പഠിക്കേണ്ടതാണ് വെള്ളായണി അതുല്യ, വെള്ളായണി തേജസ്, കീർത്തി എന്നിവയാണ്. ഇത് നമ്മുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇപ്പൊ അങ്ങോട്ട് വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്. അതുകൂടെ ഒന്ന് പഠിക്കുക. വെണ്ടയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് കിരൺ, അർക്ക, അനാമിക. ടെക്സ്റ്റ് ബുക്ക് പഠിച്ചോളണേ. വെണ്ടയുടെ പ്രധാനപ്പെട്ട അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് കിരൺ, അർക്ക, അനാമിക എന്നിവ. അതിനോടൊപ്പം നമ്മൾ പഠിക്കേണ്ടതാണ് സൽകീർത്തി, അഞ്ചിത, മഞ്ചിമ. പഠിച്ചോളണേ. മഞ്ചിമ 2013 ഡെവലപ്പ് ചെയ്തതാണ്, അതുകൊണ്ട് പഠിച്ചോളുക. വെണ്ടയുടെ പ്രധാന അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് കിരൺ, അർക്ക, അനാമിക എന്നിവ. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അതിനോടൊപ്പം പഠിക്കാനുള്ളതാണ് സൽകീർത്തി, അഞ്ചിത, മഞ്ചിമ എന്നിവ. വഴുതന ഏതാണ്? സൂര്യ, ശ്വേത, ഹരിത, നീലിമ. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അത് മാത്രം നോക്കി വെച്ചാൽ മതി. വഴുതനയുടെ പ്രധാനപ്പെട്ട ഹൈബ്രിഡ് വെറൈറ്റികൾ ഏതൊക്കെയാണ്? സൂര്യ, ശ്വേത, ഹരിത, നീലിമ എന്നിവയാണ്. തക്കാളിയുടേതാണ് മുക്ത, അനഘ, അക്ഷയ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. മുക്ത, അനഘ, അക്ഷയ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നതാണ്. അതിനോടൊപ്പം നമ്മൾ പഠിക്കുവാനുള്ളതാണ് മനുലക്ഷ്മി, മനുപ്രഭ, വെള്ളായണി, വിജയ്. വെള്ളായണി വിജയ് അങ്ങ് പഠിച്ചു വെച്ചോളെ. അത് ഇപ്പൊ അങ്ങോട്ട് ഡെവലപ്പ് ചെയ്തേ ഉള്ളൂ, അതുകൊണ്ട് അത് പഠിക്കണം. മനുലക്ഷ്മി, മനുപ്രഭ, വെള്ളായണി, വിജയ് എന്നിവയൊക്കെ നമ്മുടെ തക്കാളിയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്. ഇനി പാവലിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ് പ്രീതി, പ്രിയങ്ക, ഹരിത. ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഇപ്പോഴും അതുപോലെ PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിൽ തന്നെ പ്രിയങ്ക നന്നായിട്ട് പഠിച്ചു വെച്ചോളണം. ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ കണ്ടിരുന്നു. പാവലിന്റെ പ്രധാനപ്പെട്ട അത്യുൽപാദന ശേഷിയുള്ളത് ഏതൊക്കെയാണ്? പ്രീതി, പ്രിയങ്ക, ഹരിത എന്നിവയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. വെണ്ടയിലെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഏതൊക്കെയാണ്? കിരൺ, അർക്ക, അനാമിക എന്നിവയാണ്. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ളവയാണ്. നമുക്ക് കൂടുതൽ പഠിക്കാനുണ്ട്. അവ ഏതൊക്കെയാണ്? സൽകീർത്തി, അഞ്ചിത, മഞ്ചിമ എന്നിവയാണ്. ഈ വഴുതനയുടെ പ്രധാനപ്പെട്ട ഹൈബ്രിഡ് വെറൈറ്റികൾ ഏതൊക്കെയാ? സൂര്യ, ശ്വേത, ഹരിത, നീലിമ എന്നിവയാണ്. തക്കാളിയുടെ പ്രധാനപ്പെട്ട ഹൈബ്രിഡ് വെറൈറ്റീസ് ഏതൊക്കെയാണ്? മുക്തി, അനഘ, അക്ഷയ എന്നിവയാണ്. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അതിനോടൊപ്പം നമ്മൾ പഠിക്കാനുള്ളതാണ് മനുലക്ഷ്മി, മനുപ്രഭ, വെള്ളായണി, വിജയ്. വെള്ളായണി, വിജയ് നന്നായിട്ട് പഠിച്ചു വെക്കുക. അതൊരു തക്കാളിയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ്. ഇനി പാവലിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനം ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രീതി, പ്രിയങ്ക, ഹരിത എന്നിവയാണ്. ഇതിൽ പ്രിയങ്ക നന്നായിട്ട് പഠിച്ചു വെക്കുക. ഏകദേശം 30ഓളം ക്വസ്റ്റ്യൻ പേപ്പറിലും പാവലിന്റെ ഹൈബ്രിഡ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ ചോദിച്ചത് പ്രിയങ്കയാണ്. ഈ കഴിഞ്ഞ നമ്മുടെ ബാങ്കോയുടെ എക്സാമിനും ചോദിച്ചിരുന്നു. അടുത്തതാണ് നമ്മുടെ PSCയുടെ സ്ഥിരം ക്വസ്റ്റ്യൻ മേഖല. ഈ ഭാഗത്ത് നിന്നും തെങ്ങിന്റെ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ. ലക്ഷഗംഗ. ലക്ഷഗംഗ എന്ന് പറയുന്നത് തെങ്ങിന്റെ അത്യുൽപാദന ശേഷിയുള്ള ഒരു ഇനമാണ്. ഇത് ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗാബോധത്തെയും ചേർത്തുകൊണ്ടാണ്, ലക്ഷദ്വീപ് ഓർഡിനറിനെയും അതുപോലെ ഗംഗാബോധത്തെയും ചേർത്തുകൊണ്ടാണ് ലക്ഷഗംഗ എന്ന് പറയുന്ന ഹൈബ്രിഡ് വെറൈറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. ചന്ദ്രലക്ഷ. ചന്ദ്രലക്ഷ എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപ് ഓർഡിനറിനെയും ചാവക്കാട് ഓറഞ്ചിനെയും തമ്മിൽ ചേർത്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഹൈബ്രിഡ് വെറൈറ്റിയാണ് ചന്ദ്രലക്ഷ എന്ന പേരിൽ അറിയപ്പെടുന്ന തെങ്ങിനം. ചന്ദ്രശങ്കര. ചന്ദ്രശങ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചാവക്കാട് ഓറഞ്ചിനെയും വെസ്റ്റ് കോസ്റ്റ് ടോളിനെയും തമ്മിൽ ചേർത്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പുതിയ അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിനമാണ് ചന്ദ്രശങ്കര എന്ന് പറയുന്നത്. ഇത് മൂന്നും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. അതുകൊണ്ട് PSC അതുപോലെ ഏകദേശം 15ഓളം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ കഴിഞ്ഞ എക്സാമുകളിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് മൂന്നും നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടെ ഇത് മൂന്നൂടെ പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ലക്ഷഗംഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷദ്വീപ്, ഗംഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗാബോധം. അപ്പോ ലക്ഷഗംഗ എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപ് ഓർഡിനറിയും അതുപോലെ ഗംഗാബോധത്തിനെയും തമ്മിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് ലക്ഷഗംഗ എന്ന് പറയുന്നത്. ഇനി ചന്ദ്രലക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷദ്വീപ് ഓർഡിനറിയെയും ചാവക്കാട് ഓറഞ്ചിനെയും തമ്മിൽ ചേർത്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിനമാണ് ചന്ദ്രലക്ഷ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താ ചന്ദ്രശങ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചാവക്കാട് ഓറഞ്ചിനെയും വെസ്റ്റ് കോസ്റ്റ് ടോളിനെയും തമ്മിൽ ചേർത്തുകൊണ്ട് നമ്മൾ നിർമ്മിച്ച പുതിയ അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിനമാണ് ചന്ദ്രശങ്കര എന്ന പേരിൽ അറിയപ്പെടുന്നത്. പഠിക്കുക. ഇത് മാത്രം പോരാ, ഇതിനോടൊപ്പം നമുക്ക് കുറച്ച് തെങ്ങിനം കൂടി പഠിക്കാനുണ്ട്. അതാണ് ആനന്ദഗംഗ, കേരഗംഗ, കേര സൗഭാഗ്യ, കേരസാഗര,
കേരമധുര, കേരസുലഭ. ഇതിൽ കേരസുലഭ എന്ന് പറയുന്നത് 2019 നമ്മൾ ഉണ്ടാക്കിയ ഹൈബ്രിഡ് വെറൈറ്റി ആണ് കേട്ടോ. ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? ആനന്ദഗംഗ, കേരഗംഗ, കേരസൗഭാഗ്യ, കേരസാഗര, കേരമധുര, കേരസുലഭ. കേരസുലഭ എന്ന് പറയുന്നത് 2019 നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്തെടുത്ത പുതിയൊരു തെങ്ങിനമാണ്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് കശുവണ്ടി. കശുവണ്ടിയിൽ എന്തൊക്കെയാ പഠിക്കാനുള്ളത്? ആനക്കയം 1, മാടക്കത്തറ 1, 2. ആനക്കയവും മാടക്കത്തറയും നമ്മുടെ കശുവണ്ടി ഗവേഷണ കേന്ദ്രമാണെന്ന് അറിയാലോ. ഇവ രണ്ടിടത്തു നിന്നും ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള കശുവണ്ടി വിഭാഗങ്ങളാണ്, അല്ലെങ്കിൽ കശുവണ്ടിയുടെ ഹൈബ്രിഡ് വിഭാഗങ്ങളാണ് ആനക്കയം 1, അതുപോലെ മാടക്കത്തറ 1, 2. അതിനോടൊപ്പം നമുക്ക് പഠിക്കാനുള്ളതാണ് കനക, മൃദുല, അനഘ, പൂർണിമ. പഠിച്ചോളനെ, കശുവണ്ടി ഇനങ്ങളാണ് ഇവരെല്ലാരും. ഏതൊക്കെയാ? കനക, മൃദുല, അനഘ, പൂർണിമ എന്നിവ. അതിനോടൊപ്പം പഠിക്കേണ്ടതാണ് ശ്രീയും അതുപോലെ തന്നെ KAU അല്ല കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയ നിഹാര എന്ന് പറയുന്നത്. എന്താണ് നിഹാര എന്ന് പറയുന്നത്? ഇത് 2019 രൂപീകരിച്ച ഹൈബ്രിഡ് വെറൈറ്റി ആണ്. അതുകൊണ്ട് KAU നിഹാര ചോദിക്കും, ഉറപ്പാണ്. എന്താണ്? ഇതൊരു കശുവണ്ടി വിഭാഗമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. തെങ്ങിലെ പ്രധാനപ്പെട്ട ഹൈബ്രിഡ് വെറൈറ്റി 3 ടെക്സ്റ്റ് ബുക്കിലുള്ള നമ്മൾ പഠിച്ചു വെക്കണം. ലക്ഷഗംഗ. ലക്ഷഗംഗ എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗ ബോന്തവും തമ്മിൽ ചേർത്തപ്പോഴാണ് നമുക്ക് ലക്ഷഗംഗ എന്ന് പറയുന്ന ഹൈബ്രിഡ് വെറൈറ്റി തെങ്ങ് ലഭിച്ചത്. ചന്ദ്രലക്ഷ എന്ന് പറഞ്ഞാല് ലക്ഷദ്വീപ് ഓർഡിനറിനെയും ചാവക്കാട് ഓറഞ്ചിനെയും തമ്മിൽ ക്രോസ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് ലഭിച്ചത്? ചന്ദ്രലക്ഷ്യന് നമുക്ക് ലഭിച്ചത്. ഇനി ചന്ദ്രശങ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാവക്കാട് ഓറഞ്ചിനെ അതുപോലെ വെസ്റ്റ് കോസ്റ്റ് ടോളിനെയും തമ്മിൽ ചേർത്തപ്പോൾ നമുക്ക് കിട്ടിയ പുതിയ അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിനമാണ് ചന്ദ്രശങ്കര എന്ന് പറയുന്നത്. അതിനോടൊപ്പം നമ്മൾ പഠിക്കാനുള്ള മറ്റു തെങ്ങിനങ്ങൾ ഏതൊക്കെയാണ്? ആനന്ദഗംഗ, കേരഗംഗ, കേരസൗഭാഗ്യ, കേരസാഗര, കേരമധുര, കേരസുലഭ. കേരസുലഭ എന്ന് പറയുന്നത് 2019 നമ്മൾ ഉണ്ടാക്കിയ ഹൈബ്രിഡ് വെറൈറ്റി ആണ്. ഇനി കശുവണ്ടിയുടെ കേസിൽ വരുമ്പോൾ ആനക്കയം 1, മാടക്കത്തറ 1, 2. നമുക്കറിയാം ആനക്കയവും മാടക്കത്തറയും കശുവണ്ടി ഗവേഷണ കേന്ദ്രങ്ങളാണ്. അവിടെ നിന്ന് നമ്മൾ കണ്ടെത്തിയ പുതിയ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് ആനക്കയം 1, മാടക്കത്തറ 1, 2. ഇനി മറ്റ് കശുവണ്ടി വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? കനക, മൃദുല, അനഘ, പൂർണിമ എന്നിവയാണ്. അതിനോടൊപ്പം നമ്മൾ പഠിക്കാനുള്ളതാണ് ശ്രീയും അതുപോലെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ നിഹാര. നിഹാര എന്ന് പറയുന്നത് 2019 നിർമ്മിച്ച കശുവണ്ടി വിഭാഗമാണ്. കുരുമുളകിൻ്റെതാണ് പന്നിയൂർ 1 വിജയും. മറക്കല്ലേ, പന്നിയൂർ 1 വിജയും ഏതാണ്? കുരുമുളക് വിഭാഗമാണ്. ഇഞ്ചിക്കുള്ളതാണ് ആതിര, കാർത്തിക, അശ്വതി, ചന്ദ്ര, ചിത്ര. ചിത്ര എന്ന് പറയുന്നത് 2019 ഉണ്ടാക്കിയതാണ് കേട്ടോ. അതുകൂടെ പഠിച്ചോളണേ. ഇഞ്ചിയുടെ പ്രധാന ഹൈബ്രിഡ് വെറൈറ്റീസ് ഏതൊക്കെയാണ്? ആതിര, കാർത്തിക, അശ്വതി, ചന്ദ്ര, ചിത്ര എന്നിവയാണ്. ചിത്ര എന്ന് പറയുന്നത് 2019 നമ്മൾ ഉണ്ടാക്കിയ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. കൂണിലെ ഹൈബ്രിഡ് വെറൈറ്റി ആണ് ഭീമ. പഠിച്ചോളണം, ഇമ്പോർട്ടന്റ് ആണ്. കൂണിലെ ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആണ് നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയതാണ് ഏത്? ഭീമ എന്ന് പറയുന്നത്. കിഴങ്ങ് വർഗത്തിൽ വരുന്നതാണ് നിധി, കൽപ്പക, ഉത്തമ. പഠിച്ചോളണേ, കിഴങ്ങ് വർഗത്തിൽ ഏതൊക്കെയാ വരുന്നത്? നിധി, കൽപ്പക, ഉത്തമ എന്നിവ കിഴങ്ങ് വർഗമാണ്. ഇതുകൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. പന്നിയൂർ 1, വിജയ് എന്നിവ കുരുമുളകാണ്. ഇഞ്ചിയിലെ പ്രധാനപ്പെട്ട വെറൈറ്റീസ് ആണ് ആതിര, കാർത്തിക, അശ്വതി, ചന്ദ്ര, ചിത്ര എന്നിവ. ഇവയെല്ലാം ചിത്ര എന്ന് പറയുന്നത് 2019 നമ്മൾ നിർമ്മിച്ചെടുത്തതാണ്. കൂൺ വിഭാഗത്തിൽ വരുമ്പോഴാണ് ഭീമ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കിഴങ്ങ് വർഗം എന്ന് ചോദിച്ചാൽ അത് കൽപ്പക, ഉത്തമ എന്നിവയാണ്. ഇത്രയും ഈ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ സുഹൃത്തുക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങൾ എത്തുന്നതാണ്. സുഹൃത്തുക്കളെല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.